നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദിരയേ. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്ത വൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം കീ പദം സൗണ്ട്. സോ നമ്മുടെ കഴിഞ്ഞ 2-3 ആഴ്ചകൾക്ക് മുമ്പേ നടത്തിയ ശ്രീമദ് ഭാഗവത പഠന ശിബിരത്തിന്റെ തുടർച്ചയാണ്. നമ്മുടെ ആദ്യത്തെ ക്ലാസ്സില് നമ്മൾ ശ്രീമദ് ഭാഗവതത്തിന്റെ ആദ്യത്തെ 3 ശ്ലോകം ചർച്ച ചെയ്യുകയായിരുന്നു. അപ്പോൾ ചെറിയ ഒരു സംക്ഷിപ്തമായിട്ട് ശ്രീമദ് ഭാഗവതം ആദ്യം 4 ശ്ലോകമാണ് ഭഗവാൻ നാരായണൻ ബ്രഹ്മാവിന് ഉപദേശിച്ചു കൊടുത്തത്. ഒറിജിനലി ഭാഗവതത്തില് 4 ശ്ലോകം. പിന്നീട് പല പല സംവാദങ്ങൾ അതിനകത്ത് സംഭവിച്ചു. ഭാഗവതം ഓരോരുത്തരും ശിഷ്യഗണങ്ങൾക്കും ഭക്തജനങ്ങൾക്കും ആത്മീകവാദികൾക്കും വിശദീകരിക്കാൻ തുടങ്ങി. ഭഗവാൻ ബ്രഹ്മാവിന് 4 ശ്ലോകം പറഞ്ഞു കൊടുത്തു. ഒരു വശത്ത് കൂടെ മഹാദേവൻ പാർവതിയെടുത്ത് ആ 4 ശ്ലോകം വിവരിച്ചപ്പോൾ കുറച്ചും കൂടെ കൂടുതലായി. ഇനിയൊരു വശം ബ്രഹ്മാവ് നാരദ മഹർഷിക്കും, നാരദ മഹർഷി വ്യാസനും, വ്യാസൻ സുഖമഹർഷിക്കും ഇനിയൊരു വശത്ത് കൂടെ വിശദീകരിക്കുമ്പോൾ കുറച്ചും കൂടെ ശ്ലോകങ്ങൾ കൂടി. പിന്നെ സുഖമഹർഷി പരീക്ഷത്തിന് പറഞ്ഞു കൊടുത്തു. അത് കേട്ട സൂത പൗരാണികൻ നൈമിഷാരണ്യത്തിലുള്ള മുനിമാർക്ക് പറഞ്ഞു. ഇങ്ങനെ കേട്ട് കേട്ട് പറഞ്ഞ് അവരുടെ സാക്ഷാത്കാരവും സംവാദങ്ങളും എല്ലാം കൂടെ ചേർന്നപ്പോ ശ്രീമദ് ഭാഗവതത്തില് മൊത്തം എത്ര ശ്ലോകമാണ്? 12,000 18,000 ശ്ലോകമായി അത് ഇപ്പോൾ ഉണ്ട്. നമ്മൾ അഥവാ ഇപ്പൊ പഠിച്ചില്ല, മരിച്ചുപോയി, പിന്നെ ഈച്ചയായി പൂച്ചയായി ഒക്കെ ജനിച്ച ഒരു റൗണ്ടൊക്കെ അടിച്ചു വരുമ്പോ ഈ 18,000 എന്തായിരിക്കും? ഇനിയും കൂടുതലായിട്ടുണ്ടാകും. ഓക്കെ, സോ ഈ 18,000 ശ്ലോകങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ ഭാഗവതത്തിൽ എണ്ണി നോക്കിക്കഴിഞ്ഞാല് 14,000 ശ്ലോകങ്ങളൊക്കെ വരും. അപ്പൊ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ചില ശ്ലോകങ്ങളിൽ 3 വരി 6 വരിയൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ് അത് 18,000 ആകുന്നത്.
ആദ്യത്തെ 3 ശ്ലോകത്തില് ഈ ഭാഗവതത്തിന്റെ വീക്ഷണം മുഴുവനും ആദ്യത്തെ 3 ശ്ലോകത്തിലുണ്ട്. അതാണ് കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സിൽ ആ 3 ശ്ലോകം ചർച്ച ചെയ്തത്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ഈ 3 ശ്ലോകം ഏതൊക്കെ കാര്യങ്ങളാ പറയുന്നത്? ഏതൊക്കെയാ? ഫസ്റ്റ് ശ്ലോകം ഏതാണ്? ഫസ്റ്റ് ശ്ലോകം തുടങ്ങുന്നത് എങ്ങനെയാണ്? ജന്മാദ്യസ്യ. അതിൽ ആരെ കുറിച്ചാ, എന്തിനെ കുറിച്ചാ പറയുന്നത്? കഴിഞ്ഞ പ്രാവശ്യം അറ്റൻഡ് ചെയ്തവരാരൊക്കെ ഉണ്ട്? എല്ലാരും ഉണ്ട്. അപ്പൊ മറന്നു. ഫസ്റ്റ് ശ്ലോകം ആരെ കുറിച്ചാ? ഭഗവാനെ കുറിച്ച്. രണ്ടാമത്തെ ശ്ലോകം തുടങ്ങുന്നത് എങ്ങനെയാ? സെക്കൻഡ് ശ്ലോക ധർമ്മ പ്രോജിത. ഓക്കെ, അതില് പറയുന്നത് ആരെ കുറിച്ചാ? ഭാഗവതം. മൂന്നാമത്തെ ശ്ലോകം നിഗമകൽപതരോ. അതിൽ വന്നിട്ട് ഭക്തരെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ 3 ശ്ലോകമാണ് നമ്മൾ കഴിഞ്ഞതിൽ നോക്കിയത്. ഈ ഭാഗവതം തുടങ്ങുന്നത് നമ്മുടെ കയ്യിലുള്ള ഭാഗവതം, ശ്രീമദ് ഭാഗവതം 18,000 ശ്ലോകമായി രൂപമെടുത്ത ഈ ഭാഗവതം തുടങ്ങുന്നത് നൈമിഷാരണ്യത്തിൽ മുനിമാർ ചെയ്യുന്ന ചർച്ചയിൽ കൂടെയാണ്. ഇത്രയും സംവാദം ഇതിനകത്തുണ്ടെങ്കിലും 3 സംവാദങ്ങൾ വളരെ പ്രധാനമാണ് ഭാഗവതത്തിൽ. അതും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത്രയും പാർവതി ശിവപാർവതി സംവാദം, കുമാരന്മാര് സംഘർഷണമൂർത്തി കുമാരന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഇങ്ങനെ അനേകം സംവാദങ്ങൾ, കോൺവെർസേഷൻ ഭാഗവതത്തിൽ ഉണ്ടെങ്കിലും 3 പേരുടെ സംവാദമാണ് പ്രധാനം. ഏതൊക്കെയാണ്? ആരുടെ? സുഖമഹർഷിയും പരീക്ഷിത്തും, പിന്നെ നൈമിഷാരണ്യത്തില് മുനിമാർ, പിന്നെ അല്ല ബ്രഹ്മനാരദ സംവാദം. ഇത് 3മാണ് പ്രധാനം. ഇതില് ഏറ്റവും ഉയർന്നത് പരിശുദ്ധമായ സംവാദം എന്ന് പറയുന്നത് ആരുടെയാണ്? സുഖമഹർഷിയും പരീക്ഷിത്തും. കാരണം പരീക്ഷത്തിന് മരണഭയമേ ഇല്ലാതെയാണ് അവിടെ സംവാദം നടക്കുന്നത്. ഒരു പേടിയുമില്ല. മരണത്തിനെയൊക്കെ അദ്ദേഹം മറികടന്നു കഴിഞ്ഞു. ഇപ്പോ ആലോചിച്ച് നോക്കൂ, ഇന്ന് രാത്രി 9 മണിക്ക് നമ്മൾ മരിക്കും എന്നൊരു ന്യൂസ് കിട്ടിയാൽ ഉറപ്പായിട്ട് ഇവിടെ ഇങ്ങനെ ക്ലാസ് ഇരിക്കുമോ? എന്ത് ചെയ്യുമായിരിക്കും? എന്താണ് ബാക്കി കാര്യം? 9 മണിക്ക് മുമ്പേ ചെയ്തു തീർക്കാൻ പറ്റുന്നത് എന്താണ്? 4 പരിപ്പ് വട കഴിക്കുക. ഇപ്പൊ 9 മണിക്ക് മരിച്ചു പോകും, നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ ഭക്തരൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് അറിയാമെങ്കിലും മരണം എന്ന് പറഞ്ഞാൽ എല്ലാരും പേടിക്കും. അതും പരീക്ഷിത്ത് മഹാരാജാവ് മരിച്ചു പോകുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. മഹാഭാരതത്തിൽ കുറച്ച് വ്യത്യാസമായി പറയും. പരീക്ഷിത്ത് ഒരു മാളിക പണിതെന്നും മാളികയ്ക്കകത്ത് കയറി ഒളിച്ചിരുന്നും അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ എന്താ പറയാ, സാത്വികമായ വിശദീകരണമല്ല. പരീക്ഷത്തിന് ഭയമേ ഇല്ല. 4ാമത്തെ ദിവസമായപ്പോ, മൊത്തം 7 ദിവസമാണ് ഈ ഭാഗവതം. 4ാമത്തെ ദിവസമായപ്പോ പരീക്ഷിത്ത് ആനന്ദം കൊണ്ട് അലറി വിളിക്കുക, സന്തോഷം കൊണ്ട് അലറ. ഇനി 3 ദിവസത്തിൽ മരിച്ചു പോകും, പക്ഷെ ഭയമില്ല. എന്തുകൊണ്ട്? 4ാമത്തെ ദിവസമായപ്പോ പരീക്ഷത്തിന്റെ സന്തോഷം ഒരുപാട് വർദ്ധിച്ചത്. 4ാമത്തെ ദിവസം എന്താ പ്രത്യേകത? എന്താണ്? കുറച്ചാലോചിച്ചാൽ കിട്ടും. 4ാമത്തെ ദിവസമായപ്പോ പരീക്ഷത്തിന്റെ ചോദ്യങ്ങളുടെ വേഗം കൂടി, ആനന്ദം കൂടി, സുഖമഹർഷിയുടെ ആനന്ദം കൂടി. എന്തായിരിക്കും കാരണം?
ഏതാ? 4ാമത്തെ ദിവസമൊക്കെ ആയപ്പോ കൃഷ്ണ ഭഗവാനെ കുറിച്ച് പറഞ്ഞു തുടങ്ങി. എല്ലാവർക്കും അറിയാം, ഭാഗവതത്തിൽ ഏറ്റവും വലിയ സ്കന്ധം ഏതാണ്? അതാരെ കുറിച്ച് പറയുന്ന കൊണ്ടാണ്? ഭഗവാനെ. അപ്പൊ 4ാമത്തെ, ഇനി 3 ദിവസത്തിൽ മരിച്ചു പോകും, ഒരു ഭയവും ഇല്ല. അപ്പോ പരീക്ഷിത്ത് ശുഖമഹർഷിയുടെ സംവാദമാണ് ഏറ്റവും ഉയർന്ന സംവാദം. മൊത്തം 3 സംവാദം, പ്രധാനപ്പെട്ട സംവാദങ്ങൾ. ശുഖമഹർഷിയും നൈമിഷാരണ്യത്തിലുള്ള മുനിമാരും, സൂത പൗരാണികനും നൈമിഷാരണ്യത്തിലുള്ള മുനിമാരും, ബ്രഹ്മനാരദ സംവാദം. അതിനേക്കാൾ ശുഖമഹർഷിയും പരീക്ഷത്തിന്റെയും സംവാദത്തിനേക്കാൾ ഒരു സ്റ്റെപ്പ് താഴ്ന്നത് ബ്രഹ്മനാരദ സംവാദം. കാരണം നാരദ വ്യാസ സംവാദം, ബ്രഹ്മനാരദല്ല, പറഞ്ഞപ്പോ മാറിപ്പോയി. നാരദ വ്യാസ സംവാദം എന്താ വെച്ചാല് വ്യാസമഹർഷിക്ക് കൺഫ്യൂഷനായി. വേദങ്ങളെ 4ആയി വിഭജിച്ചു, 108 ഉപനിഷത്തുകളെ ചിട്ടപ്പെടുത്തി, 18 പുരാണങ്ങളെ രചിച്ചു. അതിൽ ഭാഗവതവും രചിച്ചു കഴിഞ്ഞു വ്യാസൻ, ഭാഗവതവും എഴുതി കഴിഞ്ഞു. എന്നിട്ടും വ്യാസമഹർഷിക്ക് സന്തോഷമില്ല. അപ്പോഴാണ് നാരദരെ സമീപിച്ച് എന്താണെന്ന് ചോദിച്ചപ്പോ, ഭഗവാന്റെ ഗുണലീലകളെ വർണ്ണിച്ചാലേ സന്തോഷം വരുള്ളൂ എന്ന് പറഞ്ഞത് കൊണ്ട് വ്യാസമഹർഷി വീണ്ടും എഴുതി ചേർത്തു ഭാഗവതത്തിൽ. അങ്ങനെയാണ് ഇത്രയും വലുതായത്. ഇവിടെ ഒരു സൂത്രം എന്തെന്ന് വെച്ചാല് ഭാഗവതം പറയുന്നത്, ഈ ഭൗതിക ലോകത്തില് 100% സംതൃപ്തി ആർക്കും കിട്ടില്ല. എല്ലാവരും സന്തോഷം അന്വേഷിച്ചുള്ള ഒരു യാത്രയാണ്, അല്ലെ? നമ്മൾ പഠിക്കുന്നതും ജോലിക്ക് പോകുന്നതും വിവാഹം കഴിക്കുന്നതും കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതും വീട് പണിയുന്നതും കാറ് വാങ്ങിക്കും, ഇതെല്ലാം എന്തിനു വേണ്ടിയാണ്? സമയം പോവാതുകൊണ്ടാണ്. എന്തിനാണ്? സന്തോഷം. എന്നാൽ ഇതെല്ലാം ചെയ്തിട്ട് പൂർണ്ണ സംതൃപ്തി ഉണ്ടോ? ഒരിക്കലും കിട്ടില്ല. ഇത് ഭക്തജനങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കണം. ഭഗവാന്റെ കഥകൾ, ലീലകൾ, ഗുണം, തത്വം ചർച്ച ചെയ്യുന്ന സ്ഥലത്ത് മാത്രമേ ആ സംതൃപ്തി ഉണ്ടാവൂ. അപ്പൊ ഒരു കുടുംബം തന്നെ ആയിക്കഴിഞ്ഞാലും ഗൃഹത്തിലുള്ളവർ എന്ത് ചെയ്യണം? 5 പേര് 6 പേര് വീട്ടിലുണ്ടെങ്കിൽ അവർ ഒരുമിച്ച് കൂടി എന്ത് ചെയ്യണം? ഭഗവാനെ കുറിച്ച്. ഞാൻ ഈ ഇടയ്ക്ക് ഒരു ഡിവോട്ടിയുടെ വീട്ടിൽ പോയി. അപ്പൊ ആ പ്രഭു പറയാം, ഞാൻ ക്ലാസ് നടത്തും വീട്ടില് സത്സംഗം, നാട്ടിലുള്ള എല്ലാരും കേൾക്കാൻ വരും. ആ സമയത്ത് എന്റെ ഭാര്യ ചെയ്യുന്ന ഓൺലൈനിൽ വേറെ ആളുടെ ക്ലാസ് കേട്ടോണ്ട് വീട്ടിനകത്തല്ല, ഇതൊക്കെ പല വീട്ടിലും നടക്കുന്നതാണ്. ആ പ്രഭു ഒരു പ്രീച്ചറാണ്, അദ്ദേഹം നല്ലോണം പ്രചരിപ്പിക്കുമ്പോ നാട്ടിലുള്ള എല്ലാരും വന്ന് കേൾക്കും. ആ മാതാജിയും ഒരു ഭക്തയാണ്, പക്ഷെ അവരെന്ത് ചെയ്യും? ഭർത്താവിന്റെ ക്ലാസ് കേൾക്കില്ല. ഞാൻ ചോദിച്ചു അതെന്താ അങ്ങനെ? നിങ്ങക്ക് പിന്നെ വേണമെങ്കിൽ ഓൺലൈൻ. അദ്ദേഹം പറഞ്ഞ ശരിയാ, എനിക്ക് വഴക്കാം പ്രഭു, അതുകൊണ്ട് ഞാൻ വേറെ ആളുടെ ക്ലാസ് ആ സമയത്ത് പോയി കേൾക്കും. ഐക്യത ഉണ്ടാവുമോ? അപ്പോ ഭഗവാനെ ആ ഒരു പോയിന്റിൽ മാത്രമേ, എത്ര അഭിപ്രായ ഭിന്നതകൾ ഉണ്ടെങ്കിലും, ഏത് ഗ്രഹത്തിൽ ഏത് ബന്ധങ്ങളുടെ ഇടയിൽ കൃഷ്ണനെ കുറിച്ച് നിരന്തരം ചർച്ച ചെയ്യുന്നു, അവിടെ മാത്രമേ ശാന്തിയും സമാധാനവും ഉണ്ടാവൂ. അപ്പോ വ്യാസമഹർഷി മറ്റത് ഉപനിഷത്ത് രചിച്ചു കഴിഞ്ഞു, വേദങ്ങളെ 4ആയി വിഭജിച്ചു, മറ്റു പുരാണങ്ങളെല്ലാം ചെയ്തിട്ടും സംതൃപ്തി ഉണ്ടായില്ല. അപ്പൊ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, എല്ലാ ഗ്രന്ഥങ്ങളിലും വച്ച് ശ്രേഷ്ഠമായ ഗ്രന്ഥം ഏതാണ്? അതിൽ സംശയമേ ഇല്ല. എന്താ? നിന്നേ ഗാനം യഥാ ഗംഗ ദേവാനാം അച്യുതോ ഹരി വൈഷ്ണവാനാം യഥാശംഭു പുരാണാനാം ഇതം തഥാ. ഒഴുകുന്ന നിന്നേ ഗാനം യഥാ ഗംഗ, ഒഴുകുന്ന നദികളിൽ ഗംഗ ശ്രേഷ്ഠൻ. ദേവാനാം അച്യുതോ ഹരി, ആരാധിക്കപ്പെടേണ്ടവരിൽ ആരാണ് ശ്രേഷ്ഠൻ? ഹരി. വൈഷ്ണവാനാം യഥാശംഭു, വൈഷ്ണവരിൽ ആരാ ശ്രേഷ്ഠര്? ശിവൻ.
പുരാണാനാം ഇതം തഥാ. ഈ പുരാണമാണ് ഏറ്റവും ശ്രേഷ്ഠം. ഏത്? ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ ഒരിക്കൽ പറഞ്ഞു, സനാതന ധർമ്മികളുടെ സർവത്ര ഗ്രന്ഥം കത്തി ഭസ്മമായാലും ഭാഗവതം എന്ന ഒരു ഗ്രന്ഥം ഉണ്ടെങ്കിൽ ഈ ലോകം ഉദ്ധരിക്കപ്പെടും എന്ന് പറഞ്ഞു. ഈ ഒരു പുസ്തകം ഉണ്ടെങ്കിൽ മതി. മറ്റ് എല്ലാ ഗ്രന്ഥങ്ങളും തീയിൽ ഭസ്മമായി കഴിഞ്ഞാലും ഈ ഒരു ഗ്രന്ഥം ഉണ്ടെങ്കിൽ ഈ ലോകം ഉദ്ധരിക്കാൻ സാധിക്കും. അതാണ് ഭാഗവതം. ശ്രീകൃഷ്ണ ഭഗവാന് 16,108 പത്നിമാരാണ്. അതിൽ 8 പേര് പ്രധാനികൾ. ഭഗവാൻ എവിടെ വെച്ചാണ് ഭഗവാന്റെ ഈ ഭൗതിക ലോകത്തിലുള്ള ലീല അവസാനിപ്പിച്ച് സ്വധാമം ഗോലോകത്തിലേക്ക് ഭഗവാൻ എവിടെ വെച്ചാ തിരിച്ചു പോയത്? ഭഗവാൻ എവിടെ വെച്ചാണ് തിരിച്ചു പോയത്? പ്രഭാസ തീർത്ഥം, സോമനാഥ്. അപ്പൊ ബലരാമൻ സ്വാമി എടുത്ത് പറഞ്ഞു, വൃന്ദാവനത്തിലും ദ്വാരകയിലും ചെന്ന് എന്റെ പത്നിമാരെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ചു കൊണ്ടുപോകണം. അപ്പൊ ഭഗവാൻ പിരിഞ്ഞു. ഭഗവാൻ വന്ന് ഈ ലീലകൾ അവസാനിപ്പിച്ച് ദ്വാപരയുഗത്തിന്റെ അവസാനത്തിൽ തിരിച്ച് സ്വധാമത്തിലേക്ക് പോയി എന്ന് അറിഞ്ഞപ്പോ ഈ പത്നിമാരുടെ വിരഹം, വേദന 100 ഇരട്ടിയായി വർദ്ധിച്ചു. എല്ലാവരും കരച്ചലും വിഷമവും ബോധം കെട്ട് വീഴലും. കാളിന്തി എന്ന് പറയുന്ന ഒരു പത്നി മാത്രം വളരെ ആത്മസംയമനം പാലിച്ച് ശാന്തയായിരിക്കുകയാണ്. ഭഗവാന് മൊത്തം 8 പത്നിമാർ. ആരൊക്കെയാണ്? പേരറിയാമോ? ആരൊക്കെ? ജാമ്പവതി, സത്യഭാമ, രുക്മിണി, കാളിന്തി, സത്യ, ഭദ്ര, ലക്ഷ്മണ, മൈഥിലി. ആണോ? അപ്പൊ മൊത്തം 8 പേര്. ഇതിൽ ഒരാള് വളരെ ആത്മസംയമനം പാലിച്ചിരിക്കുകയാണ്. ആര്? ശാന്തയായിരിക്കും. ആരാണ്? കാളിന്തി. അപ്പോ മറ്റ് പത്നിമാര് ചോദിച്ചു, ഞങ്ങൾ ഇത്രയും വിരഹത്തിൽ കഴിയുമ്പോ നിനക്ക് മാത്രം എങ്ങനെ ഇത്രയും ശാന്തിയും സമാധാനം? പറഞ്ഞപ്പോ ശാന്തി ഒന്നല്ല, നിനക്ക് മാത്രം എങ്ങനെ ശാന്തിയും സമാധാനവുമായി ഇരിക്കാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞപ്പോ കാളിന്തി പറഞ്ഞു, ഞാൻ കൃഷ്ണ ഭഗവാനെ വിട്ട് ഒരു ക്ഷണം പോലും പിരിഞ്ഞിട്ടില്ല. ഞാൻ ഭാഗവതത്തിൽ കൂടെ നിരന്തരം ആരെ കണ്ടുകൊണ്ടിരിക്കുകയാണ്? കൃഷ്ണ ഭഗവാനെ. അപ്പൊ പ്രഭുപാദർ പറയുന്നു, ഭാഗവതത്തിൽ കൂടെ നമുക്ക് ആരെ കാണാൻ പറ്റും? ഭഗവാനെ കാണാൻ പറ്റും. ഭാഗവതം ഒരു വിഗ്രഹം പോലെയാണ്. എത്ര വിനയത്തോട് അതിനെ സമീപിക്കുന്നു, ഭാഗവതത്തിനെ നമ്മൾ എങ്ങനെ ആരാധിക്കുന്നുവോ, ബുക്കിനെ എങ്ങനെ ആരാധിക്കുക? നിരന്തരം വായിച്ച് വിനയത്തോട്. അപ്പൊ ആ ഭാഗവതത്തിൽ ഇരുന്ന് നമുക്ക് എന്ത് ദർശനം കിട്ടും? ഭഗവാന്റെ ദർശനം. ഓക്കെ, ഇതൊക്കെയായിരുന്നു നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്. അപ്പൊ ഫസ്റ്റ് വിഷയം എന്താന്ന് വെച്ചാൽ നൈമിഷാരണ്യത്തിലാണ് ഈ സംഭാഷണം നടക്കുന്നത്. ആരെങ്കിലും പോയിട്ടുണ്ടോ നൈമിഷാരണ്യം? ഇതൊന്ന് 3/4 ഭാഗം അടുത്തുക, ജീവി വരാൻ തുടങ്ങി. നൈമിഷാരണ്യത്തിൽ വെച്ചാണ് ഈ ചർച്ച നടക്കുന്നത്. 88,000 ഋഷിമാർ അവിടെ നൈമിഷാരണ്യത്തിൽ കൂടിയിരിക്കുക. അവർക്ക് വേദങ്ങളും വേദാന്തം, വേദത്തിന്റെ അർത്ഥമൊക്കെ ഒരു ഋഷി പറഞ്ഞു കൊടുക്കുന്നു. രോമഹർഷണ. ഈ രോമഹർഷണ ഋഷിയാണ് രാമായണമൊക്കെ തിട്ടപ്പെടുത്തിയത്. ഈ രോമഹർഷണ ഋഷി എത്ര മുനിമാരാണ്? എത്ര? 88,000. 88,000. 88,000 എങ്ങനെ പറയാ? മലയാളിയോ അറിഞ്ഞൂടാത്ത മലയാളി എങ്ങനെ പറയും?
88 88,000 രണ്ടാണ്. ഉറപ്പാ? ശരി, എല്ലാവർക്കും മനസ്സിലായല്ലോ. അത്രയും മുനിമാരുണ്ടായിരുന്നു നൈമിഷാരണ്യത്തിൽ. ഓക്കെ, അവിടെ റോമഹർഷണ സുത ഇത് സംസാരിക്കുന്നു. അപ്പൊ ഇപ്പൊ നമ്മള് ഈ ഭാഗവതത്തിന്റെ പ്രഥമ ഭാഗം എന്ന് പറഞ്ഞാല് ഈ ഋഷിമാര് ചോദിച്ച 6 ചോദ്യങ്ങളാണ് പിന്നീട് ഭാഗവതമായി രൂപമെടുക്കുന്നത്. അപ്പോ അതിൻ്റെതാണ്. അപ്പോ പ്രഥമ സ്കന്ധത്തിൽ 1-ാം അധ്യായത്തിൽ 4-ാമത്തെ ശ്ലോകം ഓപ്പൺ ചെയ്യുക. പ്രഥമ സ്കന്ധത്തില് 1-ാം അധ്യായത്തില് 4-ാമത്തെ ശ്ലോകം ഓപ്പൺ ചെയ്യുക. ഫോണൊന്നും കൊണ്ടൊന്നില്ലല്ലോ. 1.1.4 1.1.4 ആർക്കറിയാം വായിക്കാൻ? അതല്ലേ നൈമിഷേ നിമിഷ. ഓക്കെ, ഉറക്ക. നൈമിഷേ നിമിഷേ ക്ഷേത്രേ ഋഷയഃ സൗനകാദയഃ സത്രം സ്വർഗായ ലോകായ സഹസ്രസമമാസത. ആരെങ്കിലും ഒരു 4-5 പേര് നല്ല ഉറക്ക. നൈമിഷേ നിമിഷ ക്ഷേത്രേ ഋഷയഃ സൗനകാദയ സത്രം സ്വർഗായ ലോകായ സഹസ്രസമമാസത. നൈമിഷേ നിമിഷ ക്ഷേത്രേ ഋഷയഃ സൗനകാദയ സത്രം സ്വർഗായ ലോകായ സഹസ്രസമമാസത. നൈമിഷേ നിമിഷ ക്ഷേത്രേ ഋഷയഃ സൗനകാദയ സത്രം സ്വർഗായ ലോകായ സമമാസത. നൈമിഷേ നിമിഷ ക്ഷേത്രേ ഋഷയഃ സൗനകാദയ സത്രം സ്വർഗായ ലോകായ സഹസ്രസമമാസത. അപ്പോ ഇതാണ് ഇവിടെ വെച്ചാണ് ഈ കോൺവെർസേഷൻ. അപ്പോ ആദ്യത്തെ അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആദ്യത്തെ 3 ശ്ലോകവും ഭാഗവതത്തിന്റെ ഒരു വീക്ഷണമാണ്. അതിൽ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ എന്ത് ഗുണം ഉണ്ടെങ്കിൽ ഭാഗവതം നമുക്ക് മനസ്സിലാവില്ല? നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനകത്ത് തന്നെ ഉണ്ട് എന്ത്? അസൂയ. 2-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. എന്താണ് 2-ാമത്തെ ശ്ലോകം? ധർമ്മ പ്രോജിത കൈതവോ അത്ര പരമോ നിർമത്സരാനാം സദാ വേദ്യം വാസ്തവം അത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം ശ്രീമദ് ഭാഗവതേ മഹാമുനി കൃതേ കിം വാ പരൈരീശ്വര സദ്യോ ഹൃദ്യമരുദ്യതേ അത്ര കൃതിഭിഃ ശുശ്രൂഷുഭിഃ തക്ഷണ. ധർമ്മ പ്രോജിത കൈതവോ അത്ര പരമോ നിർമത്സരാനാം. അസൂയ നിർമത്സര മത്സ്യ അസൂയ മത്സരം. അസൂയ ഉള്ളവർക്ക് എന്ത് മനോഭാവം ഉണ്ടാകും? എന്നെക്കാളും വലിയ വീട് വെച്ചു, എന്നെക്കാളും അവർ അത് ചെയ്തു, എനിക്ക് കിട്ടിയില്ല, എനിക്ക് കിട്ടാത്തത് അവർക്ക് കിട്ടി. ഈ മത്സരം, മറ്റുള്ളവരുമായിട്ട് താരതമ്യപ്പെടുത്തുക, ഇതുണ്ടെങ്കിൽ തന്നെ അവർക്ക് എന്തുണ്ടെന്നർത്ഥം? അസൂയ ഉള്ളവർക്ക് ഭാഗവതം തുറക്കാനേ പറ്റില്ല. മേലെ കൂടെ വട്ടമിടാനേ സാധിക്കൂ. മനസ്സിലായോ? ഫസ്റ്റ് ശ്ലോകത്തിൽ തന്നെ അത് പറയുന്നുണ്ട്. റൈറ്റ്? അപ്പൊ ഇവിടെ ഇവര് ചോദ്യങ്ങൾ, എത്ര ഋഷിമാരാ മൊത്തം?
78,000 ഋഷിമാർ എവിടെ കൂടിയിരിക്കുന്നു? നൈമിഷ. ഒരു മഹാ അത്ഭുതം. ഞാൻ പോയിട്ടുണ്ട് നൈമിഷാരണ്യത്തില്. എത്രയോ യുഗങ്ങളായി യജ്ഞഹോമാദികൾ ചെയ്യാൻ. പണ്ടൊക്കെ പൂജ, ഭഗവാനെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ യജ്ഞങ്ങളിൽ കൂടെയാണ്. ഇപ്പൊ നമ്മൾ വിഗ്രഹ ആരാധനയൊക്കെ ചെയ്യുന്നുണ്ട്, രാവിലെ എണീറ്റ് നാമജപം ചെയ്യുന്നുണ്ട്. പണ്ട് മുമ്പത്തെ യുഗങ്ങളിൽ രാവിലെ എണീറ്റ ഉടനെ ഗ്രഹനാഥൻ കുളിച്ചിട്ട് വീട്ടിനകത്ത് എന്തുണ്ടാക്കും? യാഗകുണ്ടത്തിൽ കൂടെ മന്ത്രങ്ങൾ ചൊല്ലുകയും, യാഗം തീരുമ്പോ നല്ല ഭക്തനാണെങ്കിൽ, ബ്രാഹ്മണനാണെങ്കിൽ യാഗം തീരുമ്പോ യാഗത്തിൽ കൂടെ ആര് പൊങ്ങി വരും? ത്രേതായുഗത്തിൽ അങ്ങനെയാണ്. യജ്ഞഹോമാദികൾ ചെയ്യുക. എന്താണ്? ക്രിയായധ്യായത്തും വിഷ്ണു ത്രേതായാം യജതോ മഹൈ. എങ്ങനെ ഇപ്പൊ നമ്മൾ അമ്പലങ്ങളിൽ ചെന്ന് വിഗ്രഹാരാധന ചെയ്യുന്നുവോ, ത്രേതായുഗത്തില് രാവിലെ എണീറ്റ ബ്രാഹ്മണര് യാഗം വളർത്തും. ഇപ്പൊ നമ്മൾ എങ്ങനെ ഒരാളെ വിളിക്കണമെങ്കിൽ ഫോൺ എടുത്ത് ടിങ് ടിങ് എന്ന് അടിച്ച അടുത്ത ആളെ കിട്ടുന്ന പോലെ ഇവര് രാവിലെ എണീറ്റ് സ്വാഹ എന്നൊക്കെ പറയുമ്പോൾ അവസാനം ആര് വന്ന് നിൽക്കും? ഭക്ത എന്ത് വേണം എന്ന് ചോദിച്ചിട്ട് വരും. ഉടനെ എനിക്ക് അവർ അമൃതം വേണം, അത് വേണം, ഇത് വേണം, ആന വേണം, കുതിര വേണം. ഒരു രാജാവ് ദ്രുപദൻ പറഞ്ഞു, എനിക്ക് ഒരു പെൺകുട്ടി വേണം. അത് എങ്ങനത്തെ പെൺകുട്ടിയായിരിക്കണം? എന്റെ ശത്രുവിനെ തോൽപ്പിക്കാൻ, കുരുവംശത്തിനെ നശിപ്പിക്കാൻ, ഇങ്ങനെയൊക്കെയാണ് ചോദിക്കണം. അപ്പൊ ദ്രുപദൻ അങ്ങനെ ചോദിച്ചപ്പോ യജ്ഞത്തിൽ നിന്ന് ആര് പൊങ്ങി വന്നു? ദ്രൗപദി. ഇത് ത്രേതായുഗത്തില് അപ്പൊ സിന്ധു മാതാജി യജ്ഞം ചെയ്താണ് ഗായത്രിയെ കിട്ടിയത്. അപ്പോ ത്രേതായുഗത്തിൽ എങ്ങനെയെന്ന് വെച്ചാല് ഋഷിമാർ യാഗം ചെയ്യുമ്പോ അതിന്റെ അവസാനം ഭഗവാൻ പൊങ്ങി വരും. അത്രയ്ക്കും ശുദ്ധമായ ആൾക്കാരായിരുന്നു. അങ്ങനെ ഋഷിമാർക്ക് ഇടയ്ക്ക് കൂടി യാഗം ചെയ്യാനായി ബ്രഹ്മാവ് സൃഷ്ടിച്ചു കൊടുത്ത സ്ഥലമാണ് ഇത്. ഏത്? നൈമിഷാരണ്യം. ഇന്നും നമ്മൾ അവിടെ പോയാൽ ഒരു അത്ഭുതം കാണാം. നടുക്കൊരു ചക്രതീർത്ഥമുണ്ട്, ഒരു കുളം, വട്ടാകൃതി, റൗണ്ടായിട്ടാണ് ഉള്ളത്. മധ്യഭാഗത്തിൽ പോകാൻ പറ്റില്ല, കാരണം പോയവരാരും ഇതുവരെ പിന്നെ തിരിച്ചു വന്നിട്ടില്ല. ബ്രഹ്മാവ് ചക്രം അയക്കുകയും ആ ചക്രം ഭൂമിയെ തുളച്ചു പോവുകയും ഭൂമിയുടെ അച്ചുതണ്ടുമാണത് എന്ന് പറയുന്നത്. ഇതിനെ ഏത് സ്ഥലത്തിനെ? നൈമിഷാരണ്യം. അപ്പൊ നമ്മൾ അവിടെ നിന്നാൽ നമുക്ക് മനസ്സിലാകും, നമ്മൾ ആരോ ഇങ്ങനെ തള്ളുന്നത് പോലെ വെള്ളം നോക്കിക്കഴിഞ്ഞാൽ ഈ വെള്ളം ആ കുളത്തിൽ ഇങ്ങനെ വട്ടം അടിച്ചുകൊണ്ടേ ഒരു സ്ഥലത്ത് നിൽക്കുകയില്ല. ഇപ്പൊ സാധാരണ കുളത്തിലൊക്കെ പോയി നോക്കിയാൽ വെള്ളം അങ്ങനെയല്ലേ ഇരിക്കുള്ളൂ. പക്ഷെ ചക്രതീർത്ഥം നൈമിഷാരണ്യത്തില് വെള്ളം ഇങ്ങനെ ചുറ്റിക്കൊണ്ടേയിരിക്കും. അതിന്റെ നടുക്ക്, അതാണ് ആക്സിസ് ഓഫ് ദ എർത്ത്, ഭൂമിയുടെ അച്ചുതണ്ട് നൈമിഷാരണ്യം. അപ്പൊ അതുകൊണ്ട് ഋഷിമാർ അവിടെ ഇരുന്ന് യാഗം ചെയ്താൽ ഇത് എവിടെ എത്തും? ഭൂമി മുഴുവനും എത്തും. അതിനു വേണ്ടിയാണ് ഇത് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ലൈൻ എന്താണ്? നൈമിഷേ, നൈമിഷാരണ്യത്തിൽ. അനിമിഷ ക്ഷേത്രേ, അങ്ങനെയല്ലേ ഉള്ളത്? നൈമിഷേ അനിമിഷ ക്ഷേത്രേ. നിമി എന്ന് വെച്ചാൽ എന്താണ്? ഐലിഡ്. ഇതിനെയാണ് നിമി എന്ന് പറയുന്നത്. ഇത് അടഞ്ഞു തുറക്കുന്ന സമയത്തിനെയാണ് നിമിഷ എന്ന് പറയുന്നത്. ഇത് അടഞ്ഞു തുറക്കാൻ എടുക്കുന്ന, ഇത് നിമി. ഇത് അടഞ്ഞു തുറക്കാൻ എടുക്കുന്ന സമയത്തിനെ എന്തെന്ന് പറയും? നിമിഷ. ആ നിമിഷ ക്ഷേത്രേ എന്ന് പറഞ്ഞാൽ കൺപോള അടയ്ക്കാത്ത വ്യക്തി, അദ്ദേഹത്തിന്റെ സ്ഥലമാണ്. നമ്മുടെ കൂട്ടത്തിൽ കണ്ണടയ്ക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഇത് അടയ്ക്കാത്ത ഒരു വ്യക്തിയുടെ സ്ഥലമാണ് ആ സ്ഥലം. അതാരാണ്? ഇത് അടയ്ക്കാത്തത് ആരാണ്? നമ്മളെല്ലാരും. ഇത് നമ്മളെ കോൺവെർസേഷന്റെ അടയ്ക്ക് 100 തവണ അടഞ്ഞു തുറക്കും. നമ്മളതിനെ കുറിച്ച് എന്തെങ്കിലും ബോധവാന്മാരാണോ? ശ്രദ്ധിക്കുന്നോ? മനുഷ്യന് മനുഷിത മഹർഷി കണ്ണടക്കില്ലേ? അവരെപ്പോ ശാന്തി മാതാജി എടുത്ത് പറഞ്ഞ് അങ്ങനെ ഒരു മഹർഷി കണ്ണടയ്ക്കൂല്ലേ?
ഭൂമിയിൽ ജനിച്ച എല്ലാ മനുഷ്യര് പോട്ടെ, മൃഗങ്ങളും പക്ഷികളും എല്ലാം എന്ത് ചെയ്യും? കണ്ണടയ്ക്കും. അതൊരു സ്വാഭാവികമാണ്. അതായത് എന്ത് മനോഹരമായി പറയുന്നു, നൈമിഷാരണ്യം. അത് ആരുടെ സ്ഥലം? അനിമിഷ ക്ഷേത്രേ. കൺപോളെ അടയ്ക്കാത്ത ഒരു വ്യക്തിയുടെ സ്ഥലമാത്. കൺപോളെ അടയ്ക്കാത്തത്, നിഴലില്ലാത്തത്, ഇതൊക്കെ ആരാണ്? ഭഗവാൻ മാത്രമേ ഉള്ളൂ. നൈമിഷേ നിമിഷ ക്ഷേത്രേ ഋഷയഃ ശൗനകാദയ. ഋഷിമാർ ആദ്യം, അതായത് ഹെഡ്, ലീഡർ, ആദ്യം. ആദ്യം എന്ന വാക്കിൽ നിന്നാണ് അധ്യായം, ധ്യാനം ഇതൊക്കെ വരുന്നത്. എന്ന് വെച്ചാൽ പ്രൈമറി, ആദ്യത്തത്, തുടങ്ങുന്നത്, ഉത്ഭവം എന്നൊക്കെയാണ് അർത്ഥം. ഋഷയഃ ശൗനകാദയഃ. ഋഷിമാർ എത്ര പേരുണ്ട് അവിടെ കൂടിയിരിക്കുന്നത്? 88,000 പേര്. അവരുടെ ഹെഡ് ആരാണ്? ശൗനക ഋഷി. ഇപ്പോ ഋഷയ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്താണ് ഡിഫറൻസ്? സന്യാസി, ഋഷി, മുനി, പിന്നെന്തൊക്കെ പേര് പറയാം? എന്തൊക്കെയാണ് ഇതിന്റെ വ്യത്യാസം? ഇതൊക്കെ ഒന്ന് തന്നെയാണോ, അല്ല ഇതൊക്കെ വേറെ വേറെ ആൾക്കാരാണോ? സാധു, സാധു നമ്മൾ അപ്പുറത്ത് വീട്ടുകാരെയും പറയാം, അയ്യോ പാവം സാധു. രാത്രിയാവുമ്പോ ഭീകരൻ. വടുവോ? വടു എന്ന് പറയോ? അത് ശരി, കേട്ടിട്ടില്ല. പൊതുവിൽ ഉപയോഗിക്കുന്ന വാക്ക് ഇതൊക്കെയാണ്. ഋഷി, മുനി, സന്യാസി. ഇപ്പൊ ഇതൊക്കെ ഒന്ന് തന്നെയാണോ വേറെയാണോ? എന്താണ് നമ്മുടെ മനസ്സിലാക്കുന്നത്? ഓക്കെ, മുനി എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി, മനനം ചെയ്യുന്നവൻ. ഈ ഡോക്ടർമാര് കേട്ടിട്ടുണ്ട്, എപ്പോഴും ഞാൻ പെർഫെക്റ്റ് എന്ന് പറയില്ല. എന്താ ചെയ്യുക? ഞാൻ 35 കൊല്ലം കൊണ്ട് പ്രാക്ടീസ് ചെയ്യാണ്. അപ്പൊ എപ്പോ നിങ്ങൾ പെർഫെക്റ്റ് ആവും? മനസ്സിലായോ? അഡ്വക്കേറ്റുമാർ എപ്പോഴും എന്താ പറയാ? അല്ലെ ഹരിപ്രഭു അങ്ങനെയല്ലേ പറയാ? എന്തെങ്കിലും കുഴപ്പമായാൽ നമ്മളെ പിടിക്കരുത്. ഞാനൊരു 25 കൊല്ലം കൊണ്ട് പ്രാക്ടീസ് ആണ്. ഇപ്പൊ ഒരു കുട്ടി പറയാണ് 10ാം ക്ലാസ്സിൽ പഠിക്കുക, ഞാനൊരു 5 കൊല്ലം കൊണ്ട് പ്രാക്ടീസ് ചെയ്ത് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും സമ്മതിക്കോ? ഒരു കുട്ടി 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ട് ഞാൻ 5 കൊല്ലമായിട്ട് 10ാം ക്ലാസ് പഠിക്കാന്ന് പറഞ്ഞാല് ആ കുട്ടി നല്ല കുട്ടിയാണോ അല്ല ഫെയിലിയർ ആണോ? ഫെയിലിയർ ആണ്. അപ്പൊ ഡോക്ടർമാരും അഡ്വക്കേറ്റും ഞാൻ 25 കൊല്ലം കൊണ്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ ശരിയാണോ ഫെയിലിയർ ആണോ? അപ്പൊ എപ്പോ നിങ്ങൾ തികയും? നമ്മൾ എപ്പോ കയ്യും കാലും നീട്ടി കാണിക്കും? അല്ലേ? അപ്പൊ മുനി എന്ന് പറഞ്ഞാൽ ഉത്തരം കണ്ടെത്തുന്ന ഒരാൾ, മനനം ചെയ്ത് വിദ്യാർത്ഥിയാണ്. ഒരേ ഒരാളെ മാത്രമേ ഭൂമിയിൽ ഇതെല്ലാം പറയൂ. ഇപ്പൊ വിശ്വാമിത്രൻ മുനിനെ പറയും. പക്ഷെ നാരദനെ മാത്രമാണ് ഋഷിയെന്നും മുനിയെന്നും ഭക്തനെന്നും എല്ലാം കൊണ്ട് പറയും. നാരദ മുനി കേട്ടിട്ടുണ്ടോ? നാരദ ഋഷി കേട്ടിട്ടുണ്ടോ? ദേവഋഷി നാരദ ദേവനായിട്ടും പറയും, ഇല്ലേ? ഭക്തൻ, നാരദ ഭക്തൻ, ഭക്തൻ കേട്ടിട്ടുണ്ടോ? ഒരാൾക്ക് മാത്രമേ എല്ലാ കാറ്റഗറിയും ഫിറ്റ് ആവൂ. എന്നാൽ അദ്ദേഹം സന്യാസിയും കൂടെയാണ്. എല്ലാം തികഞ്ഞ ഒരേ ഒരാൾ ആര്? നാരദ മഹർഷിമാർ. ബാക്കി എല്ലാരും അങ്ങനെയല്ല. അപ്പൊ വിദ്യാർത്ഥി മുനി, മനനം ചെയ്യുന്ന ഒരാൾ, ഏകദേശം ഉത്തരം കിട്ടിയ ഒരാള് ഋഷി, കൺക്ലൂഷനിൽ എത്തിക്കഴിഞ്ഞു, അയാള് ഋഷി. സന്യാസി ഇതുമായിട്ട് ബന്ധമേ ഇല്ല. നൈഷ്ഠിക ബ്രഹ്മചാരിയായി ജീവിതം കഴിയുന്ന ആള് സന്യാസി. ഇപ്പൊ ഋഷിമാര് ഗൃഹസ്ഥരാകാം. വസിഷ്ഠര് ഗൃഹസ്ഥരാണ്, വിശ്വാമിത്ര ഋഷി ഗൃഹസ്ഥനാണ്, അവരെല്ലാം കുടുംബം. വാൽമീകി മഹർഷി ഗൃഹസ്ഥനാണ്, വ്യാസൻ ഗൃഹസ്ഥനാണ്. അത് പ്രശ്നമില്ല. ക്ലിയർ ആയോ? ഓക്കെ. നൈമിഷേ നിമിഷ ക്ഷേത്രേ ഋഷയഃ ശൗനകാദയഃ. 88,000 ഋഷിമാര് നൈമിഷാരണ്യത്തിൽ. അവരുടെ നേതാവ് ആരാണ്? ശൗനക ഋഷി. അടുത്ത ലൈൻ എന്താണ്? മൂന്നാമത്തെ ലൈൻ, സത്രം സ്വർഗായ ലോകായ സഹസ്രശതമാസത സമമാസത. ഓക്കെ, ഇവർ എത്ര ദിവസമായിട്ടാണ് നൈമിഷാരണ്യത്തിൽ ഇരിക്കുന്നത്? ലാസ്റ്റ് ലൈനിലുണ്ട് ആൻസർ. എത്ര ദിവസമായിട്ട് അവിടെ ഇരിക്കുക? 1000 വർഷമായിട്ട് ഇരിക്കുക. ആൻസറും കണ്ടുപിടിച്ചിട്ട് നോക്കിക്കോളും.
ഇപ്പൊ ആരെങ്കിലും പടി കയറി വന്ന ദൈവം ആരാണ്? ശ്രീകൃഷ്ണ ഭഗവാൻ. ഒറ്റയടിക്ക് നമ്മൾ പറയും. അപ്പോഴത്തെ യുഗത്തിനൊക്കെ ആൻസർ കിട്ടണമെങ്കിൽ എത്ര ദിവസം ഇരിക്കണം ഇങ്ങനെ? ആയിരക്കണക്കിന് വർഷങ്ങൾ യുഗം ഇരുന്ന് ആ ബുക്ക് പഠിച്ച് ഈ ബുക്ക് പഠിച്ച് വേദങ്ങൾ പഠിച്ച് അവിടെ പഠിച്ച് ഇവിടെ പഠിച്ച് ഇനി അഥവാ ഒരു ആൻസർ കിട്ടി അതും തെറ്റായി. അത്ര എളുപ്പമല്ല ദൈവത്തിനെ തിരിച്ചറിയുന്നത്. സഹസ്രസമമാസത്തെ എല്ലാം ഒരുമിച്ച് ആസീത്ത് ഒരുമിച്ചിരിക്കുകയാണ്, അവിടെ കൂടിയിരിക്കുകയാണ്. എത്ര വർഷം? അത് കൃത്യമല്ല, സമം, ഏകദേശം, തുല്യം, 1000 വർഷം തുല്യം ഇരിക്കുകയാണ്. അതിപ്പോ നമ്മൾ ചോദിക്കില്ലേ, അയാൾ എത്ര കഴിച്ച്? അയാൾ 2 ആളുടെ ഊണ് കഴിച്ചു. അതിനൊരു കണക്കുന്നില്ല. അങ്ങനെ 2 ആളുടെ ഊണെന്നല്ല നമ്മൾ പറയുമ്പോ പൊതുവെ പറയും 4 ആളെ ചോറ് ഒരുമിച്ചങ്ങ് കഴിച്ചത്. സഹസ്രസമം, ഏകദേശം 1000 വർഷമായിട്ട് അവിടെ കൂടിയിരിക്കുക. എന്തിനാണ്? സത്രം സ്വർഗായ ലോകായ. സ്വർഗം എന്ന് പറഞ്ഞാൽ ഉയർച്ച. ഈ സംഗീതത്തിലൊക്കെ ഇല്ലേ അപവർഗ, മേലെ താഴെ അങ്ങനെയൊക്കെ പറയില്ലേ? സ്വരത്തിലൊക്കെ അതിനെന്താ പറയാ? ഒന്ന് മേലെ പോണം താഴെ പോണതൊക്കെ ആരോഹണം അവരോഹണം. സ്വർഗ അപവർഗ, മേലെ പോകുന്നത്. അപ്പോ ജീവിതത്തിന്റെ ഉയർച്ചയെ, പരമസത്യത്തിനെ മനസ്സിലാക്കി അതായത് ഭഗവാനെ അന്വേഷിച്ച് ഇവരെല്ലാം കൂടിയിരിക്കുക 1000 വർഷമായിട്ട്. സത്രം, സാത്വികന്മാരുടെ ആശ്രമം സത്രം. അല്ലാതെ താമസിക്കാൻ സ്ഥലമില്ലാതെ കയറി കിടക്കുന്ന എല്ലാ കൂരയും സത്രമല്ല. സത്രം എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് പുണ്യതീർത്ഥങ്ങളിൽ സത്രമുണ്ടായിരിക്കും. കാശി, രാമേശ്വരം എന്നൊക്കെ പോയി കഴിഞ്ഞാൽ അന്ന് AC റൂമും വെസ്റ്റേൺ ടോയ്ലറ്റും ഒന്നും കാണില്ല. ഗംഗയുടെ തീരത്ത് എന്ത് കാണും? ഒരു കൂര കാണും. ആൾക്കാർ ഗംഗയിൽ കുളിക്കും, ഭഗവാനെ തൊഴും, സത്രത്തിൽ കടന്നു ഉറങ്ങും, അമ്പലത്തിൽ കിട്ടുന്നത് കഴിച്ചിട്ട് ധ്യാനത്തിലിരിക്കും. അങ്ങനത്തെ സത്രത്തിൽ ആര് കൂടും? ആരാണ് അവിടെയൊക്കെ പോകുന്നത്? ആത്മീകവാദികൾ മാത്രമേ. അപ്പൊ സാത്വിക ചിന്തയുള്ളവർ കൂടുന്ന സ്ഥലമാണ് ഏത്? ഈ ശ്ലോകത്തിന്റെ അർത്ഥം മനസ്സിലായോ? നൈമിഷേ നിമിഷക്ഷേത്രേ ഋഷയഃ ശൗനകാദയ സത്രം സ്വർഗായ ലോകായ. സഹസ്രസമമാസത. എന്താണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം? സജീവൻ പ്രഭു ജസ്റ്റ് ഓൺ വേർഡ്സിൽ പറയും. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ ഈ ശ്ലോകത്തിന്റെ അർത്ഥം എന്താണ്? ഈ 84,000 ഋഷിമാര് അവരുടെ നേതാവിന്റെ കൂടെ ശോണയുടെ കൂടെ കൂടി ഉദ്ധരിപ്പിക്കാൻ വേണ്ടി, അവരുടെ ജീവിതം ഉദ്ധരിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഭരണസത്യത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള ആ ഒരു ലക്ഷ്യത്തോടെ കൂടിയിരിക്കുകയാണ്. ശരി, ഇത് വളരെ അത്യാവശ്യം. അപ്പോ ഋഷിമാരെ കാണുമ്പോൾ, മുനിമാരെ കാണുമ്പോൾ നമ്മൾ എന്താ ചോദിക്കേണ്ടതെന്ന് വെച്ചാല്, ഭഗവാനെ എങ്ങനെ ഞാൻ അറിയാം? ഭഗവാന്റെ അടുത്ത് എങ്ങനെ പോകാം? അല്ലാതെ ഒരു സന്യാസി വരുമ്പോ ഞാൻ പുതിയ കച്ചവടം തുടങ്ങിയിരിക്കുകയാണ്, ഒന്ന് അനുഗ്രഹിക്കണം, ഈ കച്ചവടം വിജയിക്കാൻ. അയാളെ സന്യാസി എങ്ങനെ അനുഗ്രഹിക്കാൻ പറ്റും? എന്റെ പോക്കറ്റിലുള്ളതല്ലേ എനിക്ക് ഒരാൾക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പൊ എന്റെ പോക്കറ്റിൽ ഒരു 100 രൂപ ഉണ്ട്. അദ്ദേഹത്തിനെ വിളിച്ചിട്ട് ഒരു 50 രൂപ താന്ന് പറഞ്ഞാൽ 100 50 കൊടുക്കാം. അദ്ദേഹത്തിനെ വിളിച്ചിട്ട് 200 രൂപ താന്ന് പറഞ്ഞാൽ അദ്ദേഹം എങ്ങനെ തരുമോ? ഇല്ല. അപ്പൊ ഒരു സന്യാസിയെ വിളിച്ചിട്ട് എന്റെ മകളുടെ കല്യാണമാണ്, ഭാര്യ ഭർത്താവിനെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞാൽ സന്യാസി അനുഗ്രഹിച്ച ആ കുടുംബം എന്താവും? അല്ലേ? പ്രഭുപാദർ പറഞ്ഞതാണ്, ഞാൻ സന്യാസിയാ, ഞാൻ ഇങ്ങനെ ചടങ്ങുകൾക്കൊക്കെ പോയാൽ അർത്ഥശൂന്യമാണ്, എന്നാലും എന്റെ ശിഷ്യന്മാർക്ക് ഞാൻ വരുന്നത് ഇഷ്ടമായത് കൊണ്ട് ഞാൻ ഇത് ചെയ്യുന്നു, പക്ഷേ ഭാവിയിൽ ഇത് ഞാൻ ചെയ്യില്ല എന്ന് പ്രഭുപാദർ തീർത്തു പറഞ്ഞിരിക്കുന്നു. അപ്പൊ ആരുടെ കയ്യിൽ എന്തുണ്ടോ, അപ്പൊ ഇതുപോലെ ഋഷിമാരെയും മുനിമാരെയും കാണുമ്പോൾ നമ്മൾ എന്ത് അനുഗ്രഹമാണ് ചോദിക്കേണ്ടത്? എന്താണ് ചോദിക്കേണ്ടത്? അവര് ഭഗവാനെ ഹൃദയത്തിൽ ചുമക്കുന്ന ആൾക്കാർ. അപ്പൊ നമുക്ക് എന്ത് തരണം? ഭഗവാനെ തരണം. ഭഗവാനെ മനസ്സിലാക്കാനുള്ള അനുഗ്രഹം തരണം. ശരി. അപ്പോ
യുഗങ്ങളായിട്ട് ഇവര് നൈമിഷാരണ്യത്തിൽ കൂടിയിരിക്കുക. അപ്പോഴാണ് അവിടെ രോമഹർഷണൻ എന്ന് പറയുന്ന ഒരു ഋഷിയായി ഇവർക്ക് ഉപദേശിച്ചു കൊടുത്തോണ്ടിരുന്നത്. അപ്പൊ ബലരാമസ്വാമി ആ വഴി കൂടെ വന്നു. ബലരാമസ്വാമി ആ വഴിയിൽ കൂടെ വന്നപ്പോ അപ്പൊ വരുന്നതിന് തൊട്ടു മുമ്പേ ബിൽവലൻ എന്ന് പറയുന്ന ഒരു രാക്ഷസനെയും കൂടെ കൊന്നിട്ട് വരിക. കുറച്ച് ദേഷ്യത്തിലാ വരുന്നത്. ആര്? ബലരാമ. ഇവിടെ രോമഹർഷണൻ വ്യാസാസനത്തിൽ ഇരിക്കുന്നു. ഇരുന്നിട്ട് 88,000 ഋഷിമാർക്ക് ഉപദേശം കൊടുക്കുക. അപ്പൊ ബലരാമ സ്വാമി വന്നപ്പോ രോമഹർഷണ ഋഷി ബലരാമനെ കണ്ടു. കണ്ടിട്ട് മനസ്സിൽ വിചാരിച്ചു, ഞാൻ വ്യാസപീഠത്തിൽ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ വ്യാസന്റെ പ്രതിനിധിയാ, എണീറ്റ് ബഹുമാനം കാണിക്കേണ്ട ആവശ്യമില്ല. അത് ശരിയാണ്. നമ്മൾ വ്യാസപീഠത്തിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ ആ പ്രഭാഷണം ചെയ്യുന്ന ആൾ ആരുടെ പ്രതിനിധിയാണ്? അതുകൊണ്ടാണ് ആ ചെയറിന് എന്തെന്ന് പറയാ? വ്യാസാസനം, വ്യാസപീഠം എന്ന് പറയാം. അപ്പോ ഒരു പ്രായത്തിൽ മുതിർന്ന ആളെന്ന് വന്നാൽ എണീക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷെ അന്ന് വന്നതാരാ? ബലരാമൻ. ആൾ എണീക്കണോ വേണ്ടേ? ഇദ്ദേഹം വിചാരിച്ച് വേണ്ട. ബലരാമ അപ്പൊ ഒരു ബിൽവലിനെ കൊന്നിട്ട് വരുന്ന വരവ. ബലരാമൻ എന്ത് ചെയ്തു? ഒരു പുല്ലെടുത്ത് ഒറ്റയായി. എന്തെടുത്ത്? പുല്ലും പറിച്ച് ഒരടി. രോമഹർഷണൻ ചത്തുപോയി. ഈ 88,000 ഋഷിമാര് ചോദിക്കാൻ ഇനി ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ ഏതോ ആത്മീകമായി ഉയരണം എന്ന് പറഞ്ഞ് ഇവിടെ അതായത് എത്ര ദിവസമായി പോയിട്ടില്ലേ? 1000 വർഷമായി ഒരു വീട് കെട്ടി പണിത് വന്നപ്പോ ഒരാൾ വന്ന് ഒരേ അടി അത് നശിപ്പിച്ചാൽ അവരെ വിഷമം എങ്ങനെയായിരിക്കും? ഈ 88,000 ഋഷിമാരും ഞങ്ങൾ ഇനി എന്താ ചെയ്യ? ഞങ്ങളിപ്പോ ക്വസ്റ്റ്യൻ ചോദിച്ചു ഒരു വരിക്ക് എത്തിയതേ ഉള്ളൂ. ഇപ്പൊ ഭഗവാന്റെ അടുത്ത് വന്നതേ ഉള്ളൂ. ധർമാർത്ഥ കാമ ഇതൊക്കെ ചോദിച്ച് വേദങ്ങൾ ചോദിച്ച് ഉപനിഷത്ത് ചോദിച്ച് അങ്ങനെ ഇവിടെ എത്തിയപ്പോ ഇങ്ങനെ ഭഗവാൻ കാണിച്ച ബലരാമ സ്വാമിക്ക് ഒരു വിഷമായി. ബലരാമ സ്വാമി ചോദിച്ചു ഇവരെടുത്ത്, ഞാൻ വേണമെങ്കിൽ പുള്ളിയെ തിരിച്ചു കൊണ്ടുവരാം. അല്ല, കൊന്ന അങ്ങനെ ഇരിക്കട്ടെ. ഇനിയിപ്പോ ഭഗവാൻ അതിനെ തിരുത്തണ്ട. ബലരാമൻ ചോദിച്ചു ചത്ത ആളെ വേണമെങ്കിൽ ഞാൻ തിരിച്ചു കൊണ്ടുവരാം. ഋഷിമാര് പറഞ്ഞു വേണ്ട, പക്ഷെ ഞങ്ങൾക്കൊരു പോംവഴി ഉണ്ടാക്കണം. അപ്പോ ഈ രോമഹർഷൻ ഒരു കുട്ടിയുണ്ട്. ആ കുട്ടി നായിൽ ജനിച്ചതാണ്. മനസ്സിലായോ? ഇപ്പോഴാണ് നമ്മൾ വലിയ കാര്യത്തിൽ ക്ലോണിങ്ങും അതും ഇതും മറ്റേ കുഞ്ഞില്ലാതെ എന്തൊക്കെയോ ചെയ്യുന്നില്ലേ? വേറെ വാടകയ്ക്ക് ഗർഭപാത്രം എടുത്ത് ACB OCB എന്തൊക്കെയോ പരിപാടിയില്ലേ? ടെസ്റ്റ് ട്യൂബ് മാറ്റാജി ഓൾഡ് ഫാഷൻ, അതൊക്കെ 10 കൊല്ലം മുമ്പ്. ഇപ്പൊ എന്തൊക്കെയായില്ലേ? XYZ YF IF എന്തൊക്കെയോ എല്ലാം മാറിയില്ലേ? പക്ഷെ ഇതെല്ലാം അന്നേ ഉണ്ട്. സൂതൻ അതായത് രോമഹർഷണ ഋഷിയുടെ ശക്തിയാണ്, ബീജമാണ്. പക്ഷെ ആരിൽ കൂടെ ജനിച്ചു? ഒരു നായിൽ കൂടെ. സൂതൻ, താഴ്ന്ന ജാതി സൂതൻ. ബലരാമൻ എന്ത് ചെയ്തു? ആ 16 വയസ്സുള്ള സൂതനെ പിടിച്ച് നൈമിഷാരണ്യത്തിൽ ഇരുത്തി. ഈ മുഴുവൻ ഭാഗവതം സംസാരിച്ചതാരാ? ആ സൂത ഗോസ്വാമി. 88,000 ഋഷിമാർക്ക് എല്ലാം പഠിപ്പിച്ചു കൊടുത്തത് ആ സൂത പൗരാണികൻ സൂത ഗോസ്വാമി. ബലരാമൻ അനുഗ്രഹിച്ചു. എല്ലാ വേദങ്ങളും വേദത്തിന്റെ സാരവും ഉള്ളർത്ഥവും എല്ലാം നിനക്ക് ബോധ്യമാകട്ടെ എന്ന് സൂതനെ അനുഗ്രഹിച്ച് ഈ ഇത്രയും പേരിൽ പ്രായം കുറഞ്ഞ ആളാണ് സൂതൻ. മാത്രമല്ല അവരെല്ലാം ബ്രാഹ്മണര്, ഋഷിമാര്, സന്യാസിമാര്. ആ കൂട്ടത്തിൽ വ്യാസമഹർഷി ഇരിക്കുന്നുണ്ട്. ഭാഗവത എഴുതിയ ആൾ അവിടെ ഇരിപ്പുണ്ട്. പക്ഷെ പഠിപ്പിച്ചു കൊടുക്കുന്നത് ആരാ? അത്രയ്ക്കും ക്വാളിഫൈഡ് ആണോ ആള്? അതാണ് അടുത്ത് വരുന്ന 3 ശ്ലോകങ്ങൾ. 5ഉം 7ഉം 8ഉം. 5ാമത്തെ ശ്ലോകം ആരെങ്കിലും വായിക്കും? ഉറക്ക. 1:1:5 ഭാഗവതം 1-ാം സ്കന്ധം 1-ാം അധ്യായം 5ാമത്തെ ശ്ലോകം. അല്ല, അനഘാന്ന് തുടങ്ങുന്ന എന്താണ്? ഓക്കെ.
ഓപ്പൺ ആവുന്നു. അതിന്റെ അടുത്ത ശ്ലോകം പ്രഭു. 6:6. ആ അതന്നെ കറക്റ്റ്. ഇതാണ് ആറാമത്തെ ശ്ലോകം. ഋഷയഃ ഊചു ത്വയാ ഖലു പുരാണാനി സേതിഹാസാനി ചാനഘ ആഖ്യാതാനി അപി അധീതാനി ധർമ്മശാസ്ത്രാണി യാനി ഉത. ആരെങ്കിലും ഒരു 3-4 പേര്. ഋഷയോ ഊചു ത്വയാ ഖലു പുരാണാനി ഇതില് ആരെങ്കിലും ഉറക്ക, അതായത് ശ്രീമദ് ഭാഗവതം പറയുന്ന ഒരാളുടെ യോഗ്യത, അതിന്റെ പർപ്പട്ട് എടുക്കും. പ്രഭുപാദർ പറയുന്നുണ്ട് അതിന്റെ പർപ്പട്ട് എടുത്താല് അതിൽ സെക്കൻഡ് ലൈൻ നോക്കൂ. അവിടെ 1, 2, 3, 4 എന്ന് 4 ഐറ്റം കാണുന്നുണ്ടോ? ആ ഐറ്റം കഴിഞ്ഞോണ്ട് അടുത്ത ലൈൻ വായിക്കും. ആരെങ്കിലും ഉറക്ക. ഇംഗ്ലീഷ് വായിച്ചോളൂ ഉറക്ക. A Goswami must be free from all these vices before he can dare sit on the Vyasasana. No one should be allowed to sit on the Vyasasana who is not spotless in character and who is not free from the above mentioned vices. മലയാളത്തിൽ പറയൂ. ഓൺ വേർഡ്സിൽ പറയൂ. ഈ മേളിൽ പറഞ്ഞ 4 അത് ഇല്ലാത്ത ആരായിരിക്കാം വ്യാസാസനത്തിൽ ഇരിക്കുന്നത്? അതെന്തിനാ പ്രഭുപാദർ 2 തവണ പറയണം? ഒന്ന് നോക്കിക്കോളൂ. വ്യാസാസനത്തിൽ ഇരിക്കുന്ന ആൾ ഇങ്ങനെ ആയിരിക്കണം. ഇങ്ങനെ കുഴപ്പം പിടിച്ചവനെ വ്യാസാസനത്തിൽ ഇരുത്താൻ പാടില്ല. ഇത് രണ്ടും അർത്ഥം ഒന്നല്ലേ? പക്ഷെ 2 പ്രാവശ്യം എടുത്തു പറയണമെങ്കിൽ അതിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് ഒരു കാര്യത്തിനെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും, അതായത് പ്രഭുപാദർ ഈ ശ്ലോകത്തിൽ വ്യക്തമായി പറയുന്നു, ആ മേലെ കിടക്കുന്ന തടിക്കസാരിൽ ഇരിക്കണമെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം. വ്യാസാസനത്തിൽ ഇരിക്കണമെങ്കിൽ അവൻ പരിശുദ്ധനായിരിക്കണം. ഇത് കേട്ട നാളെ ആരെങ്കിലും അവിടെ ഇരിക്കുമോ? നമ്മൾ ആൾക്കാർ ആരും ഇരിക്കില്ല അല്ലേ? വേറെ നിവർത്തിയില്ല. നമ്മൾ പ്രാർത്ഥിച്ച് നമുക്കറിയാം നമ്മൾക്കതിൽ ഇരിക്കാനുള്ള യോഗ്യത. പിന്നെ നമ്മുടെ കൂട്ടത്തിൽ വേറെ ആരും ഇല്ല, നമ്മളൊക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത്. അപ്പൊ ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിലും തൽക്കാലം കച്ചവടം നടക്കാൻ വേണ്ടി നമ്മൾ അവിടെ ഇരിക്കുന്നേ ഉള്ളൂ. പക്ഷെ പ്രഭുപാദർ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, വ്യാസപീഠത്തിൽ ഇരുന്ന് ഭാഗവതം പറയുന്ന ഒരാളുടെ യോഗ്യത. അതാണ് ഇനി വരുന്ന ശ്ലോകം. അതിൽ നോക്കിക്കോളും. സെക്കൻഡ് ലൈൻ, ത്വയാ ഖലു പുരാണാനി സേതിഹാസാനി ച നഖ. ഈ മലയാളത്തില് പാമ്പിനെ നാഗം എന്ന് പറയുമോ? ഓക്കെ. നാഗം എന്ന് വെച്ചാൽ എന്താ അർത്ഥം വെച്ചാല് വിഷം. അതിന്റെ അടുത്ത് ഒരു വിധത്തിലും പോവാൻ പറ്റില്ല. അതിനെ പോയി ഫ്രണ്ടാക്കാൻ. ഇപ്പൊ വീട്ടിൽ പട്ടിക്കുട്ടി പൂച്ചക്കുട്ടിയൊക്കെ വളർത്തും. ആരെങ്കിലും 2 നാഗത്തിനെ പിടിച്ച് വീട്ടിൽ വളർത്തോ? സാധിക്കോ? നാഗം എന്ന് വെച്ചാല് വിഷം. അനഘ എന്ന് വെച്ചാൽ എന്താ അർത്ഥം?
വിഷമില്ല. ഇവിടെ വിഷമെന്ന് ഉദ്ദേശിക്കുന്നത്, അതായത് ഈ 16 വയസ്സ് സൂത പൗരാണികന്റെ ഗുണങ്ങൾ പറയാം. അല്പം പോലും വിഷമില്ലാത്ത ആൾ. ഈ വിഷം എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? കാമക്രോധ മോഹ ലോഭ മത മാത്സര്യം. ഇതാറിൽ നിന്നും പൂർണ്ണമായി മുക്തനായ ഒരാളാണ് ആര്? സൂത. അങ്ങനത്തെ ഒരാൾ വേണം ഭാഗവതം പറയാൻ. ഛ നഖ, അനഘ, നാഗം, നാഗത്തിന്റെ ഓപ്പോസിറ്റ് വിഷം. കാമം വിഷം, ക്രോധം വിഷം, മോഹ, ലോഭം, ആർത്തി, പിന്നെ അസൂയ, കാമക്രോധ മോഹ ലോഭ മതം മാത്സര്യ, ഭ്രാന്ത്, എല്ലാം പാടില്ല. ഇവിടെ ഉള്ളവർക്കൊക്കെ ദേഷ്യമുണ്ടോ? ആർക്കും ഇല്ല. ഇത് ആറിനും ഇപ്പൊ ഇനി വരുന്ന ഈ 3 ശ്ലോകങ്ങളിലും സൂത പൗരാണികന്റെ യോഗ്യത എന്ന് വെച്ചാൽ നമ്മളും ആ ലക്ഷ്യത്തിലേക്ക്, ഭാഗവതമൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മളും ആ ലക്ഷ്യത്തിലേക്ക് പോകണം. അപ്പോ ഒരു സ്വഭാവം എന്താണ്? വിഷമില്ലാത്ത ഒരാള്. പിന്നെ അടുത്തത് അടുത്ത ലൈൻ, ആഖ്യാഥാനി അതീഥാനി. ആഖ്യാനം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മലയാളത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ്. വ്യാഖ്യാനം, ആഖ്യാനം. ഇത് ഭാഗവതം എന്ന് പറയുന്നത് വിശദീകരിക്കുന്നതും ഒരു അനുഗ്രഹമാണ്. ചിലരൊക്കെ ഭാഗവതം ക്ലാസ് എടുക്കും, കണ്ടിട്ടുണ്ടോ? പരമദിവ്യോത്തമ പുരുഷൻ ഇപ്രകാരം പറഞ്ഞു, അതിന്റെ പിന്നെ കേൾക്കുന്നവരെല്ലാം അല്ലേ? പക്ഷെ ഇവിടെ സുഖമഹർഷിയും സൂത പൗരാണികനൊക്കെ വിവരിക്കുമ്പോ ആനന്ദം കൊണ്ട് അവര് പുളകിതരാവുകയും, പരീക്ഷിത്ത് കരയുന്നു, സുഖമഹർഷി കരയുന്നു, ആഹ്ലാദിക്കുന്നു. അവരത് പറയുമ്പോ അനുഭവിക്കുന്നു. ചിലർ സിനിമാ കഥയൊക്കെ അങ്ങനെ പറയും, അനുഭവിച്ചൊക്കെ പറയും. അങ്ങനെ വേണം ആഖ്യാഥാനി വിശദീകരിക്കേണ്ടത്. എന്ന് വെച്ചാൽ എനിക്ക് ആ സബ്ജക്റ്റില് രസമുണ്ടെന്നർത്ഥം. ഊണ് കഴിച്ച എങ്ങനെയുണ്ടത്? ഗംഭീരം. അങ്ങനെ പറയണേ. ചോറ് കഴിച്ച എങ്ങനെ? ആ, ഈ രണ്ടിനും വ്യത്യാസമില്ല. ഏതായിരുന്നു അവന്റെ നല്ല എക്സ്പ്രഷൻ? അത് അവൻ അപ്പൊ കേൾക്കുന്നവർക്കും ഭക്ഷണം കൊള്ളാൻ നന്നായിരുന്നു. അല്ലെങ്കിൽ കഴിച്ചോ എന്ത് എങ്ങനെയുണ്ട്? അത് കൊള്ളൂല്ലെന്നർത്ഥം. ആഖ്യാനം. അപ്പൊ അതിനകത്ത് അപ്പൊ ഇവര് സുഖമഹർഷിയും സൂത പൗര ഇവരൊക്കെ വിശദീകരിക്കുന്നത് അതിമനോഹരമായിട്ടാണ്. ആഖ്യാഥാനിം അതീതാനി ധർമ്മശാസ്ത്രാനി എന്ന് വെച്ചാല് അതീതം എല്ലാവർക്കും അറിയാം, മറികടന്ന്, സംശയമിന്നെ. ഇപ്പൊ നമ്മളും ചിലപ്പോഴൊക്കെ പോയി ക്ലാസ് എടുക്കും, ആരെങ്കിലും ചോദ്യം ചോദിച്ച് പെട്ടുപോകും, നമുക്ക് ഉത്തരം അറിയില്ല, അങ്ങനെയൊക്കെ സ്റ്റക്കായി പോകും. പിന്നെ അമല ഗൗരംഗപ്രഭു എന്താ കയ്യിൽ നിന്ന് അടിച്ചങ്ങ് വിടും. ചിലതൊക്കെ നമ്മൾ ചിലപ്പോ കോർണറായി പോകും, പെട്ടുപോകും, ഇല്ലേ? കാരണം നമുക്കത് അത്ര സംശയമിന്നെ ഒന്ന് അറിഞ്ഞൂടാ. ഇവരൊക്കെ ഭഗവാനെ കണ്ട ആൾക്കാര് ഈ സൂത പൗരാണികനെ നേരിട്ട് ആരാണ് അനുഗ്രഹിച്ചിരിക്കുന്നത് സംസാരിക്കാൻ വേണ്ടി? ബലരാമനാരാ? ആദി ഗുരു. അപ്പൊ ഇവർ സംശയമിന്നെ എല്ലാം അറിഞ്ഞ ആൾക്കാരാണ്. പ്രഭുപാദർ പറഞ്ഞു, ഹരേ കൃഷ്ണയിലുള്ള ഭക്തർ പ്രീച്ച് ചെയ്യുന്നവർ മിനിമം സദ്ദർശനങ്ങളെങ്കിലും മനസ്സിലാക്കിയിരിക്കണം. അതായത് ഭാഗവതം, ഭഗവത്ഗീത പോയിട്ട് നമ്മുടെ ശാസ്ത്രങ്ങളിൽ സദ്ദർശനം, ഷഡ്ദർശനം എന്നൊരു വിഭാഗമുണ്ട്. ജീവഗോസ്വാമി എഴുതിയത്. അത്രയെങ്കിലും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്ന് പ്രഭുപാദർ പറഞ്ഞു. ഇത് കണ്ടവരെങ്കിലും ഉണ്ടോ ഇവിടെ? ഷഡ്ദർശനം കണ്ടിട്ട് പിന്നെ എവിടെ മനസ്സിലായി? അതെന്താന്ന് പോലും അറിയില്ല. അപ്പൊ അത്രയ്ക്കും ജ്ഞാനം ഉണ്ടായിരിക്കണം എന്നാ പറയുന്നത്. അപ്പൊ ഇവിടെ 3 ക്വാളിറ്റി സൂത പൗരാണികനെ 3 ക്വാളിറ്റി പറയുന്നു. എന്തൊക്കെയാണ് 3 ക്വാളിറ്റി? എന്തൊക്കെയാണ്? അനാഘ. എന്താണ് അനാഘ? എന്താ അർത്ഥം? വിഷമില്ലാത്തത്. പിന്നെ ആഖ്യാതാനി, നല്ല വിശദീകരിക്കാൻ അറിയണം. പിന്നെ അധീതാനി, സംശയമിന്നെ എല്ലാം മനസ്സിലാക്കിയ ഒരാളായിരിക്കണം. അങ്ങനത്തെ ഒരാൾക്ക് മാത്രമേ ശ്രീമദ് ഭാഗവതം വിശദീകരിക്കാൻ പറ്റുള്ളൂ. ഇനി അടുത്തത്, അതായത് 6ഉം 7ഉം 8ഉം ഈ 3 ശ്ലോകത്തിലും സൂത പൗരാണികന്റെ ഗുണങ്ങളാ പറയുന്നത്. എന്ന് വെച്ചാൽ ഭാഗവതം ചെയ്യുന്നവരുടെ ഗുണങ്ങളാണ് ഇവിടെ പറയുന്നത്.
1.1.7 യാനി വേദവിധാം ശ്രേഷ്ഠം ഭഗവാൻ ബാദരായണ അന്യേ ച മുനയഃ സൂതാം പരാവരവിദോ വിദും യാനി വേദവിധാം ശ്രേഷ്ഠോ ഭഗവാൻ ബാദരായണ അന്യേ ച മുനയഃ സൂതാം പരാവരവിദോ വിദും. ആരെങ്കിലും 2-3 പേര് यानी मेधा विदाम श्रेष्ठो भगवान बादरायण मुनिया सूता परावरविदो विदु. ആരെങ്കിലും 1-2 പേര് ജ്ഞാനി വേദവിദം ശ്രേഷ്ഠോ ഭഗവാൻ ബാദരായണഃ യാനി വേദവിദം ശ്രേഷ്ഠോ ഭഗവാൻ ബാദരായണ അന്യേ ച മുനയഃ സൂതാ പരാവരവിദോ വിദു. ഇത് ഒരു മനോഹരമായ ഒരു വരിയാണ്. വേദവിധാം ശ്രേഷ്ഠ. വേദ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും ഈ വാക്ക് പറഞ്ഞു. അർത്ഥം അറിയോ ആർക്കെങ്കിലും? വേദ. വേദ ഓർമ്മയുണ്ടോ? വേദ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. വേദ ആ വാക്കിന്റെ അർത്ഥം ഓർമ്മയുണ്ടോ നോക്കട്ടെ. പറഞ്ഞു വേദ. വേടൻ, വേഷം, വേര്, ഒളിച്ചിരിക്കുന്നത്. ഓർമ്മയുണ്ടാ? വേ എന്ന ശബ്ദം ഒളിച്ചിരിക്കുന്നത്. വേടൻ, വേടൻ എങ്ങനെയാണ് അമ്പ ചെയ്യുക? ഒളിച്ചിരുന്ന്. വേഷം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഒറിജിനലെ ഒളിപ്പിച്ച് വെച്ചിട്ട് വേരിടാം. വേര് എവിടെ? മരത്തിന്റെ മേലെയായിരിക്കണ ഒളിച്ചായിരിക്കണ? വേ എന്നാൽ ഒളിച്ചിരിക്കുന്നത്. വേടൻ, വേഷം, വേര്, വേദ. അതിനകത്ത് സത്യമുണ്ട്, പക്ഷെ നമ്മൾ പോയി കണ്ടെത്തണം. അതിങ്ങനെ ഫ്രണ്ടിൽ ഉണ്ടാവില്ല. അപ്പൊ വേദ, വേദവിധാം ശ്രേഷ്ഠ. പൂർണ്ണ ജ്ഞാനം മനസ്സിലാക്കിയോ എല്ലാം ശ്രേഷ്ഠം, ഉയർന്നത്. വിധ, വിദ്വാൻ, എല്ലാം അറിഞ്ഞാൽ വിദ്വാൻ. അയാൾ ആരാ? അദ്ദേഹം മൃദംഗ വിദ്വാനാണ്. മൃദംഗത്തിലും അടിക്കും, ബക്കറ്റിലും അടിക്കും, ഡ്രമ്മിലും അടിക്കും, എവിടെയും കൊട്ടും. വിദ്വാൻ. വേദവിധാം ശ്രേഷ്ഠ. എല്ലാം അറിഞ്ഞ ഒരാള് എന്താണ്? ബാദരായണനും മറ്റു മുനിമാരുടെയും കാര്യം അറിയാം, അതിന് കൂടുതലും അറിയാം. ബാദരായണൻ എന്ന് വെച്ചാല് വ്യാസൻ. ഈ ശരിക്കും ഭാഗവതം എഴുതിയതാരാ? വ്യാസൻ. പക്ഷെ ഇവിടെ പറയുന്നു വ്യാസന് അറിയാവുന്നതും അറിയാം പുള്ളിക്ക്. മുനിമാർ, മറ്റ് അന്യ മുനിമാർക്ക് അറിയാവുന്നതും അറിയാം, കൂടുതലും അറിയാം. അപ്പോ ഭാഗവതം എഴുതിയ വ്യാസനേക്കാളും കൂടുതൽ ഭാഗവതത്തിനെ കുറിച്ച് ഇദ്ദേഹത്തിന് അറിയാം. ആരാ? അതെങ്ങനെ? എഴുതിയ ആൾക്കാൾ കൂടുതൽ അറിയാം. അതെങ്ങനെ സാധിക്കും? എഴുതിയതേ വ്യാസൻ. ആ വ്യാസനേക്കാൾ അവിടെ കൂടിയിരിക്കുന്ന ഋഷിമാരെക്കാളും ഇദ്ദേഹത്തിന് കൂടുതൽ അറിയാം. എങ്ങനെ? ബലരാമൻ ഭഗവാൻ അനുഗ്രഹിച്ചത് കൊണ്ട് ആ ബുക്ക് എഴുതിയ ആളെക്കാളും ആ ബുക്കിനെ കുറിച്ച് കൂടുതൽ അറിയാം. ആലോചിച്ച് നോക്ക്. ഇപ്പൊ ആലോചിക്കും, എന്റെ ശരീരമാണ്, പക്ഷെ എന്റെ ശരീരത്തിനെ കുറിച്ച് എനിക്ക് ബോധമുള്ളതിനേക്കാളും ഇനി ഒരു ഡോക്ടറിന് എന്റെ ശരീരത്തിനെ കുറിച്ച് അറിയാം. മനസ്സിലായ?
ആക്ച്വലി എന്റെ ശരീരത്തിനെ കുറിച്ച് കൂടുതൽ അറിവ് ആർക്കാ വേണ്ടത്? എനിക്കാണ്. പക്ഷെ ഇപ്പോ ഡോക്ടറിന് എന്റെ ശരീരത്തിനെ കുറിച്ചും കൂടുതൽ അറിയാം. വ്യാസൻ എഴുതിയ ഭാഗവതമാണ്, എന്നാലും വ്യാസനേക്കാളും കൂടുതൽ സൂത മഹർഷിക്ക് ഇവിടെ അറിയാം. അനുഗ്രഹം കിട്ടിയത്. അത്ര പൂർണ്ണജ്ഞാനമുള്ള ഒരാളാണ്. ഇതാണ് ഇവരുടെയൊക്കെ ഇത്. പ്രഭുപാദർ ഇത്രയും പുസ്തകം എഴുതിയില്ലേ, ഒരു സ്ഥലത്ത് പോലും തിരുത്തി വെട്ടി എഴുതിയിട്ടില്ല. ഇപ്പൊ നമ്മള് ഒരു 300 അക്ഷരം ഒരു എസ്സേ എഴുതും, എല്ലാവർക്കും ഒരു പേപ്പറും കടലാസും കൊടുത്ത് പേനയും കൊടുത്ത് എല്ലാവരും ഒരു കവിത എഴുതും. ഒരു വെട്ടും തിരുത്തില്ലാതെ ആരെങ്കിലും എഴുതോ? ഒരു കത്ത് എഴുതിയാ പോലെ 1000 സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലേ? വെട്ടും, ശരിയായില്ല, മൊത്തം തിരുത്തും. പക്ഷെ എവിടെയെങ്കിലും അർജുനന് ഭഗവത്ഗീത ഉപദേശിക്കുമ്പോ കൃഷ്ണൻ പറയാൻ ഉപദേശം കൊടുക്കുകയാണ്. എന്താണ് യുഗാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി. തെറ്റിപ്പോയി കേട്ടോ, ഒന്നും കൂടെ ശ്ലോകം ഒരിക്കൽ കൂടെ പറയാം. ഇങ്ങനെയൊക്കെ വരും എവിടെയെങ്കിലും? ഇല്ല. അതുകൊണ്ട് ഇതിനെ അപൗരുഷേയ എന്ന് പറയും. അപൗരുഷേയ എന്ന് വെച്ചാൽ മനുഷ്യർക്കും അപ്പുറത്ത്. ഇതിൽ പ്രഭുപാദർ ഇത്രയും പുസ്തകങ്ങൾ എഴുതി, 60ഓളം പുസ്തകം. അതിൽ ഭാഗവതം തന്നെ ഉണ്ട് ഒരു 10-18 പുസ്തകം. ചൈതന്യ ചരിതാമൃത അതൊരു 10-12 ഇത് എഴുതിയതിന്റെ ഇടയ്ക്കോ അല്ലെങ്കിൽ അക്ഷരം തെറ്റിപ്പോയി. വയസ്സായപ്പോ പിന്നെ എഴുത്തില്ലായിരുന്നു പ്രഭുപാദർ, പറഞ്ഞ് റെക്കോർഡ് ചെയ്യാൻ. ആ റെക്കോർഡിങ്ങില് നേരത്തെ പറഞ്ഞ വരി തെറ്റി മാറ്റി, അങ്ങനെ ഒന്നുമില്ല. പറഞ്ഞുകൊണ്ടേയിരിക്കാണ്. അങ്ങനെ വെള്ളം നദിന്ന് ഒഴുകുന്നത് പോലെ അങ്ങ് ടൈപ്പായിക്കൊണ്ടേയിരിക്കുന്നു. എന്തുകൊണ്ടാ? അപൗരുഷേയ. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. വേദവിതാം ശ്രേഷ്ഠോ. എല്ലാ വേദം എന്ന് പറഞ്ഞാൽ അത്ര പൂർണ്ണ ജ്ഞാനം, രഹസ്യം ഒളിച്ചിരിക്കുന്നത്. വിദ്വാൻ, ഉയർന്നവൻ, ശ്രേഷ്ഠൻ. എന്താണ്? ഭഗവാൻ ബാദരായണ അന്യഹച്ച മുനയ സൂത. മറ്റു മുനിമാരും വ്യാസനും എല്ലാരും മനസ്സിലാക്കിയതിനേക്കാളും കൂടുതൽ മനസ്സിലാക്കിയിരിക്കുന്നു. എന്താണ്? പരാവര വിദോ വിദു. പരാശക്തി എന്നൊക്കെ ദേവിക്ക് പേരില്ലേ? പര അപര. ഫിസിക്കൽ വേൾഡ്, മെറ്റാഫിസിക്കൽ വേൾഡ്. ഗോചരം, അചിന്ത്യ എന്ന് വെച്ചാല് നമുക്ക് മനസ്സിലാവുന്നതും മനസ്സിലാവാത്തതും എല്ലാം അറിഞ്ഞ ഒരാളാണ് അദ്ദേഹം. ഈ പരാശക്തി എന്നൊക്കെ പറയുന്നില്ലേ? എന്താണ് ഈ പരാശക്തി എന്ന് വെച്ചാൽ അർത്ഥം? പര എന്ന് വെച്ചാൽ ഭൗതിക ലോകം, അപര എന്ന് വെച്ചാൽ ഉയർന്നത്. രാധാദേവിക്ക് അപര എന്ന പേര്, പരാശക്തിക്ക്, ദുർഗയ്ക്ക് പരാശക്തി. ഭൗതിക ലോകത്തിലുള്ള 24 ഗണികങ്ങളും ശക്തിയും നിയന്ത്രിക്കുന്നതുകൊണ്ട് പരാശക്തി. രാധാറാണിക്ക് എന്താ പേര്? അപരാശക്തി. നമ്മൾ കാണുന്നതും കാണാത്തതും മനസ്സിലാക്കിയതും മനസ്സിലാക്കാത്തതും ഇതിന്റെ പുറകെ ഒളിച്ചിരിക്കുന്ന സത്യവും വ്യാസൻ മനസ്സിലാക്കിയതും ഋഷിമാരും എല്ലാരും മനസ്സിലാക്കിയതും ഇദ്ദേഹത്തിന് അറിയാം. ആർക്ക്? എത്ര ഉയർന്ന ആളാ. അപ്പൊ എന്തൊക്കെ ക്വാളിറ്റീസാണ് നമ്മൾ അദ്ദേഹത്തിന് നോക്കണേ? നീ അടുത്തത് 1:1:8. വെത്തത്വം സൗമ്യ തത്സർവം. വെത്തത്വം സൗമ്യ തത്സർവം തത്വതസ്തത് അനുഗ്രഹാൻ ബ്രൂയുസ്നിഗ്ധസ്യ ശിഷ്യസ്യ ബ്രൂയുസ്നിഗ്ധസ്യ ശിഷ്യസ്യ ഗുരവോ ഗുഹ്യമപിയുത. ഇതെല്ലാം അറിയുമെങ്കിലും എങ്ങനെയായിരിക്കണം? സൗമ്യ, സ്നിഗ്ധ. ഇത് 2 ക്വാളിറ്റി ഒരാൾക്ക് ഉണ്ടെങ്കിൽ ഭൂമിയിൽ ഗുരുവാവാനുള്ള യോഗ്യതയുണ്ട്. സൗമ്യം എന്താണ്? ശാന്തി മാതാജിയെ പോലെ വളരെ ശാന്തമായി, ലളിതമായി, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പോലെ സൗമ്യം. സ്നിഗ്ധ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? എളിമ, വിനയം. ഇതെല്ലാം അറിഞ്ഞാലും അവർക്ക് ക്യാരക്ടർ എന്തായിരിക്കണം? വിനയാൻവിതനായി, അഹങ്കാരമില്ലാതെ. അങ്ങനെ ഉള്ള ഒരാൾക്ക് എന്താകാൻ പറ്റുള്ളൂ? അപ്പൊ ഇവിടെ
ഇനി അടുത്ത ശ്ലോകത്തിൽ ഇരുന്നാണ് 6 ചോദ്യങ്ങൾ തുടങ്ങുന്നത്. അതിപ്പോ നമ്മൾ നാളെ രാവിലെയും എത്ര മണിക്കാണ്? 8-നും, പിന്നെ നാളെ വൈകിട്ട് ഇതേപോലെ 6:30-ക്കും ഈ 6 ചോദ്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യും. ഒന്നേ ഇരുന്ന് നമുക്ക് വരാം ഭാഗവതത്തിൽ 18,000 ശ്ലോകം. എന്നാലും അതിന്റെ വീക്ഷണം ഏത് ശ്ലോകത്തിലാണുള്ളത്? ഭാഗവതത്തിന്റെ വീക്ഷണം ആദ്യത്തെ 3 ശ്ലോകത്തിൽ ഒളിച്ചിരിക്കുന്നു. പ്രഥമ ശ്ലോകം ഭഗവാനെ കുറിച്ച്, രണ്ടാമത്തെ ശ്ലോകം പുസ്തകത്തിനെ ഭാഗവതത്തിനെ കുറിച്ച്, മൂന്നാമത്തെ ശ്ലോകം ഭക്തഭാഗവതനെ കുറിച്ച്. പിന്നെ ഈ ചർച്ച തുടങ്ങുന്നത് എവിടെ? നൈമിഷാരണ്യത്തില് അവർക്ക് ആചാര്യൻ ഇല്ലാതെ ആയിപ്പോയപ്പോൾ 16 വയസ്സുള്ള സൂതപൗരാണികനെ ആചാര്യനാക്കുന്നു. അദ്ദേഹത്തിന്റെ ഗുണഗണങ്ങളാണ് നമ്മൾ ഇത്രയും നേരം നോക്കിയത്. നാളെ തൊട്ട് ചോദ്യങ്ങൾ. ഇപ്പൊ ഇദ്ദേഹത്തിന്റെ ഗുണഗണങ്ങൾ നമ്മൾ ഇത്രയും ചർച്ച ചെയ്തു. ഏതെങ്കിലും 1-2 ഓർമ്മയുണ്ടോ? അദ്ദേഹത്തിന്റെ ഗുണം എന്തൊക്കെയാണ്? വിഷമില്ലാത്ത ആള്, പിന്നെ നല്ല വിശദീകരിക്കാൻ കഴിവുള്ള ആള്, പിന്നെ സംശയമില്ലാതെ, പിന്നെ ഇതും അതും എല്ലാം അറിയാം, പിന്നെ സൗമ്യ, വിനയം ഉള്ള ഒരാൾ. ഇതെല്ലാം തികഞ്ഞ് അങ്ങനത്തെ ഒരാളാണ് ആചാര്യനായി ഇവിടെ ഭാഗവതത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഇനി ഋഷിമാരുടെ ചോദ്യം. ഓക്കെ, ഹരേ കൃഷ്ണ. എന്തെങ്കിലും ക്വസ്റ്റ്യനോ ഡൗട്ടോ ഉണ്ടോ? സമയം എത്രയായേ? 8. കറക്റ്റ് നിർത്തി. എനി ക്വസ്റ്റ്യൻ? യെസ് പ്രഭു. ഏഴാമത്തെ ശ്ലോകത്തില് അതെ, അതെ, അതൊക്കെ ചിലതൊക്കെ തെറ്റൊക്കെയാണ്. അതായത് 6 പേര് ഇത് ചെയ്തു. ഗൗതമൻ, ഖണാദൻ, കപിലൻ, അഷ്ടവക്രൻ, ജൈമിനി, പതഞ്ജലി. ഇവർ 6 പേരുമാണ് ബ്രഹ്മസൂത്ര. ഇതൊരു കഥയാണ്, അത് ചെറിയ ഷോർട്ടായിട്ട് പറയാം. ഭഗവാൻ തന്ന ജ്ഞാനം സൂത്ര ഫോമിലാണ്. സൂത്ര എന്ന് വെച്ചാൽ ഫോർമുല, സൂത്രങ്ങൾ. a+b² a²+b² എന്തെങ്കിലും മനസ്സിലായോ? ഒന്നും മനസ്സിലായില്ല. അയാൾക്ക് എന്തിനാണ് ഈ ചോര, ബ്ലഡ് സർക്കുലേഷൻ ബോഡിയിൽ കറക്റ്റ് ആയിട്ട് ഓടാത്തത്? അത് O2 + H2 + A2 അല്ലേ? മനസ്സിലാവോ? ഭഗവാൻ ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങളെല്ലാം ഏത് രീതിക്കാ കൊടുത്തത്? ബ്രഹ്മസൂത്രം, ഫോർമുല, സൂത്രമായി വ്യക്തമായി കൊടുത്തിട്ടില്ല. ആലോചിച്ച് നോക്കൂ, ഇത്രയും തിരിച്ചും മറിച്ചും പറഞ്ഞിട്ടേ നമുക്കൊന്നും മനസ്സിലായില്ല. ഇതെല്ലാം സൂത്ര രൂപത്തിൽ കൊടുത്തിരുന്ന് നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ 6 പേര് ഈ സൂത്രത്തിന് ഉത്തരം കണ്ടുപിടിച്ച് ഇറങ്ങി. ഗൗതമൻ, ഖണാദൻ, കപിലൻ, അഷ്ടവക്രൻ, ജൈമിനി, പതഞ്ജലി. പതഞ്ജലി പോയിട്ട് ഫൈനലി കണ്ടുപിടിച്ചു യോഗ. യോഗ എന്ന വാക്ക് യുജ്, യോഗ പ്രക്രിയയിൽ കൂടെ, എന്ന് വെച്ചാൽ നമ്മളിപ്പോ ചെയ്യുന്ന യോഗയിൽ ഇത് വെറും എക്സസൈസ് മാത്രം. അത് യോഗ എക്സസൈസിൽ കൂടെ ഞാൻ ദൈവത്തിൽ ചെന്ന് ചേരുന്നു എന്ന് പതഞ്ജലി ഒരു ഉത്തരം കണ്ടുപിടിച്ചു. കപിലൻ കണ്ടുപിടിച്ച് പഠിച്ച് അവസാന ഉത്തരത്തിലെത്തി. എന്താണ്? ദൈവം എന്ന് പറഞ്ഞ ഒരു ആളില്ല. പഠിച്ച് അങ്ങെത്തി. ദൈവം എന്ന് പറഞ്ഞ് ഒരാളില്ല. നൈത്തി, ഞാൻ ഈ ഭൂമിയല്ല, ഞാൻ ജലമല്ല, ഞാൻ അഗ്നിയല്ല, ഞാൻ വായുവല്ല, ഞാൻ ബുദ്ധിയല്ല, ഞാൻ മനസ്സല്ല, ഞാൻ ചിന്തയല്ല, ഞാനല്ല, ഞാൻ ദൈവമല്ല. അപ്പൊ ദൈവം ഇല്ല. ഇങ്ങനെ 6 പേരും വർഷക്കണക്കിൽ ഈ ബ്രഹ്മസൂത്രം പഠിച്ച് ഓരോന്നും ഓരോ സ്ഥലത്തെത്തി. ഒരു മഹർഷി എന്ത് ചെയ്തു? കാലിന്റെ പെരുവിരലും പിടിച്ച് 10,000 വർഷം നോക്കിക്കൊണ്ടിരുന്നു, സ്വന്തം കാലിന്റെ പെരുവിരൽ. പുള്ളി കണ്ടുപിടിച്ച് യോഗവശിഷ്ടം, കർമ്മമാണ് ദൈവം, നല്ല കർമ്മം ചെയ്താൽ രക്ഷപ്പെടും. വ്യാസൻ പറഞ്ഞു ഈ 6 ദർശനങ്ങളും പൂർണ്ണമല്ല എന്ന് പറഞ്ഞ് വ്യാസൻ കൊടുത്ത ദർശനമാണ് ഉത്തരമീമാംസം. ഉത്തരം
അതാണ് ശ്രീമദ് ഭാഗവതം. അപ്പൊ പ്രഭുപാദർ ഇവിടെ പറയുന്നു ഭാഗവതം മതി, ബാക്കി ഒന്നും എല്ലാത്തിന്റെയും സാരം. പക്ഷേ ഒരു പ്രീച്ചർ എക്സ്പേർട്ടിന് ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള അറിവ് വേണം എന്നുള്ളതാണ് ഇവിടെ വിഷയം. ഓക്കെ പ്രഭു? ആ അതെ, പരീക്ഷത്ത് വന്നിട്ടില്ല പ്രഭുടെ ആ ക്വസ്റ്റ്യൻ അല്ലേ? അത് അവിടെ ക്രോണോളജിക്കൽ ഓർഡറിൽ എന്തോ ഒരു തെറ്റുണ്ട്, അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. കാരണം സൂത പൗരാണികൻ പരീക്ഷത്തിന് ശേഷം വന്ന ആളാണ്. അപ്പൊ എങ്ങനെ അവിടെ വന്നു എന്നാണ് ആ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അവിടെ എന്തോ ക്രോണോളജിക്കൽ ഓർഡർ ഉണ്ട്, തെറ്റ്. ഭാനു മഹാരാജിന്റെ അടുത്ത് ചോദിച്ചപ്പോൾ സത്രം, അതായത് സഹസ്രയുഗം, അവിടെ ചർച്ച നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അതിനു മുമ്പും ചർച്ച നടക്കുന്നുണ്ട്, അതിന്റെ പുറകെയും ചർച്ച നടക്കുന്നുണ്ട്. സൂത പൗരാണികൻ അതിനു മുമ്പേയും വേദങ്ങളെ കുറിച്ച് ആൻസർ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ്. പിന്നെ സൂത പൗരാണികൻ പരീക്ഷത്തിന്റെയും ശുഖമഹർഷിയുടെ ഭാഗവതം കേട്ടിട്ട് വീണ്ടും വന്ന് നൈമിഷാരണ്യത്തിൽ ഭാഗവതം വിശദീകരിക്കാൻ സാധ്യത ഉണ്ട് എന്ന് ഭാനു മഹാരാജ് പറഞ്ഞു. അവിടെ പെർമനന്റ്ലി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ഈ കോൺവെർസേഷൻ കേട്ടിട്ട് അങ്ങോട്ട് വന്ന് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ക്രോണോളജിക്കൽ ഓർഡറിൽ വീഴ്ചകൾ ഉണ്ടാകും എന്ന് 11-ാം സ്കന്ധത്തിൽ വ്യാസമഹർഷി തന്നെ പറയുന്നുണ്ട്. ഞാൻ ഇത് ചിട്ടപ്പെടുത്തിയതിൽ ചിലപ്പം സമയത്തിന്റെ തെറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും നമ്മൾ പ്രീച്ച് ചെയ്യുമ്പോൾ വെളിയിൽ ഡിസ്കസ് ചെയ്യില്ല. ക്ലോസ് ഡിവോട്ടി ഇതിനകത്ത് നമ്മൾ അത് ഡിസ്കസ്. ശുകദേവ് ഗോസ്വാമിയുടെ ജനനം വ്യാസമഹർഷിയുടെ യഥാർത്ഥ പുത്രനല്ല. അദ്ദേഹം ജപാലി എന്ന് പറയുന്ന ഒരു കാട്ടുവംശ കാട്ടാള സ്ത്രീ, ഒരു രാജാവ് സ്നേഹിച്ചു കളഞ്ഞു, അങ്ങനെ ഒരു വലിയ കഥ. വ്യാസമഹർഷിയുടെ ആശ്രമത്തിൽ ഈ ജപാലി സ്ത്രീ ശരണം പ്രാപിക്കുമ്പോൾ അവൾ ഗർഭിണിയാണ്. പക്ഷെ വ്യാസമഹർഷി ഭാഗവതം ഉപദേശിച്ച് ഗർഭത്തിലുള്ള കുട്ടി, അതായത് വ്യാസന്റെ ഭാര്യ അല്ല അത്, ഗർഭത്തിലുള്ള കുട്ടി 16 വർഷമായിട്ട് പുറത്തു വരത്തില്ല. പിന്നെ ആ സമയത്ത് ദ്വാരകയിൽ കൃഷ്ണൻ പ്രത്യക്ഷമായിട്ടുണ്ട്. കൃഷ്ണ ഭഗവാനെ വ്യാസമഹർഷി ക്ഷണിച്ചു വരുത്തി. കൃഷ്ണ ഭഗവാൻ വന്ന് ഗർഭത്തിലുള്ള കുഞ്ഞിന്റെ അടുത്ത് പറയും, നീ വെളിയിൽ വാ, മായ നിന്നെ പിടിക്കില്ല എന്ന് വാക്ക് കൊടുത്തതിന് ശേഷം കുഞ്ഞു പുറത്തു വരുന്നു. പുറത്തു വന്നപ്പോൾ തന്നെ 16 വയസ്സ് യുവാവായിട്ടാണ് വരുന്നത്. അപ്പോഴാണ് വ്യാസമഹർഷി മകനെ എന്ന് പുത്രവാത്സല്യം കൊണ്ട് വിളിക്കുകയും മകൻ നടന്നു പോവുകയും ദിഗംബരനായി വസ്ത്രമില്ലാതെ. അപ്പോഴാണ് കുളക്കടവിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന തരുണീമണികൾ, സുന്ദരിയായ സ്ത്രീകൾ കാണുകയും അവർക്ക് ഒന്നും തോന്നാത്തതും, പുറകെ വ്യാസൻ പോയപ്പോൾ അവർ വസ്ത്രം എടുത്തിരുന്നതും വ്യാസമഹർഷിക്ക് സംശയം തോന്നി. എത്രയോ വിളിച്ചിട്ട് ശുകമഹർഷി നിന്നില്ല. പിന്നെ വ്യാസൻ എന്ത് ചെയ്തു? ഭാഗവതം പാടിയപ്പോൾ ശുകമഹർഷി നിന്നു. ഇതൊക്കെ ഭാഗവതത്തിലുണ്ട്. പക്ഷേ മറ്റു പുരാണങ്ങളിൽ എന്താ എന്ന് വെച്ചാ പറയുന്നത്, അത് നമ്മൾ മൂല്യമായി എടുക്കില്ല, കാരണം അത് സാത്വിക പുരാണമല്ല. അവിടെ വെച്ച് ശ്രീശുകൻ 2ആയി പിരിയുന്നു. ഇത് മറ്റു പുരാണങ്ങളിലുള്ളതാണ്. ഒന്ന് പരീക്ഷത്തിന് ഉപദേശിക്കാനും ഭാഗവതത്തിലുള്ള ആ ശുകമഹർഷിയും, ഇനിയൊരു ശുകമഹർഷി 2ആയി പിരിഞ്ഞതിൽ ഒന്ന് തിരിച്ചു വ്യാസന്റെ വീട്ടിൽ വന്ന് വിവാഹം കഴിക്കുകയും പുത്രന്മാരുണ്ടാവുകയും അദ്ദേഹം ആചാര്യനായതാണ് ശങ്കരപീഠം. ഇത് വേറെ പുരാണങ്ങളിലുള്ള കഥ. നമുക്കത് എത്രമാത്രം ആധികാരികമായി എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. അതെ, യെസ്. വേറെ ക്വസ്റ്റ്യൻ? ഓക്കെ. ശ്രീല പ്രഭുപാദ് കി. വീണ്ടും നാളെ 8 മണിക്ക് കാണാം. ഹരേ കൃഷ്ണ.